ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും എല്ലാ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ NCERT ടെക്സ്റ്റ് യൂസ് ചെയ്ത് ലൈൻ ബൈ ലൈനായിട്ട് ഡീകോഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ലെക്ചേഴ്സും നിങ്ങളിപ്പോൾ കണ്ട് തീർത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തുള്ള ബേസിക് കോൺസെപ്റ്റ്സും എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ലൈൻ ബൈ ലൈനായിട്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ, ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കി. An ecosystem can be visualized as a functional unit of nature where living organisms interact among themselves and also with the surrounding physical environment. അതായത് ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഡെഫിനിഷൻ അവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ. ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചറിൻ്റെ ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആണ്. നമ്മുടെ ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ, ലിവിങ് ഓർഗാൻസിൻ്റെ ബോഡി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും സെൽ ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് നമ്മൾ പറയില്ലേ. അതുപോലെ ഒരു പ്രകൃതിയുടെ അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ആരാണെടാ? ഇക്കോസിസ്റ്റം ആണ് അല്ലേ. ഇത് ഇക്കോസിസ്റ്റം എന്താണെന്നൊന്ന് നോക്കിക്കേ. വെയർ ലിവിങ് ഓർഗാനിസംസ് ഇൻ്ററാക്ട് അമംഗ് ദംസെൽസ്. ലിവിങ് ഓർഗാനിസം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ബന്ധപ്പെട്ട് ജീവിക്കുകയാണ് അല്ലെ, ഇൻ്ററാക്ട് ചെയ്ത് ജീവിക്കുകയാണ്. ലിവിങ് ഓർഗാനിസംസ് തങ്ങളിലല്ല ഇൻട്രാക്ഷൻ ഉള്ളത്. ആൻഡ് ഓൾസോ വിത്ത് ദ സറൗണ്ടിങ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ലിവിങ് ഓർഗാനിസംസ് തങ്ങളിലും ഇൻട്രാക്ഷൻ ഉണ്ട്, ലിവിങ് ഓർഗാനിസം അവരുടെ എൻവയോൺമെൻറ്റും തങ്ങളിലും ഇൻട്രാക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ where living organisms interact among themselves and also with the surrounding physical environment. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത ലൈൻ വായിച്ച് നോക്കിക്കേ. ഇക്കോസിസ്റ്റം വേരീസ് ഗ്രേറ്റ്ലി ഇൻ സൈസ് ഫ്രം എ സ്മോൾ പോണ്ട് ടു എ ലാർജ് ഫോറസ്റ്റ് ഓർ എ സീ. അതായത് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ എക്കോസിസ്റ്റത്തിൻ്റെ സൈസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിലോ ഇക്കോസിസ്റ്റത്തിൻ്റെ സൈസ് ഒരുപോലെയല്ല. പല പല ടൈപ്പ് ഇക്കോസിസ്റ്റം നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഉണ്ട് എങ്കിൽ കൂടിയും ഇക്കോസിസ്റ്റത്തിൻ്റെ സൈസ് വേരി ചെയ്തിരിക്കുന്നു എന്നാണ് പറയണേ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് നോക്കി, ഒരു സ്മോൾ പോണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, എന്നാൽ ഒരു സീ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോറസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സ്മോൾ പോണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലേ. ഒരു തടാകം എന്ന് പറയുമ്പോൾ എന്താ, ഒരു ചെറിയൊരു ഇക്കോസിസ്റ്റമാണ്. അതേസമയം നിങ്ങളൊരു സമുദ്രം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അതൊക്കെ ഒരു വലിയൊരു ഇക്കോസിസ്റ്റം ഉദാഹരണമാണ് അല്ലേ. അപ്പോൾ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപോലെയാണോ? അല്ല, അതെന്ത് ചെയ്യുന്നു? വേരി ചെയ്തിരിക്കുന്നു എന്നാണ് ആ ലൈനിൽ സൂചിപ്പിക്കുന്നത്. Many ecologists regard the entire biosphere as a global ecosystem, as a composite of all local ecosystems on Earth. അതായത് പല ഇക്കോളജിസ്റ്റുകളും വിശ്വസിക്കുന്നത് ഈ പറയുന്ന ബയോസ്ഫിയർ, നമ്മൾ ജീവമണ്ഡലം എന്ന് പറയില്ലേ, ഈ ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ എക്കോസിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇക്കോളജിസ്റ്റുകൾ ബയോസ്ഫിയറിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഗ്ലോബൽ ഇക്കോസിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് എ കോമ്പോസിറ്റ് ഓഫ് ഓൾ ലോക്കൽ ഇക്കോസിസ്റ്റംസ് ഓൺ എർത്ത്. അതായത് നമ്മുടെ എർത്തിൽ പലതരത്തിലുള്ള ഇക്കോസിസ്റ്റംസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ എല്ലാം ഒരു എന്താ പറയുക, ഒരു കൂട്ടമായിട്ട് അതിനാണ് ഗ്ലോബൽ എക്കോസിസ്റ്റം എന്നുള്ള ടേം, അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോസിസ്റ്റം വരുന്നത് കൊണ്ടാണ് അതിനെ ബയോസ്ഫിയർ എന്ന് പറയുക അല്ലേ. അപ്പോൾ ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയറിനെ ഇക്കോളജിസ്റ്റുകൾ ഒരു ഗ്ലോബൽ എക്കോസിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാരണം, ഈ ഗ്ലോബൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പോസിറ്റ് ഓഫ് ഓൾ ലോക്കൽ ഇക്കോസിസ്റ്റംസ് ഓൺ എർത്ത്. എർത്തിൽ കാണപ്പെടുന്ന എല്ലാ ചെറിയ ചെറിയ എക്കോസിസ്റ്റംസ്, അല്ലെങ്കിൽ എർത്തിൽ കാണപ്പെടുന്ന എല്ലാ ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഓൾ ടുഗെദർ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഗ്ലോബൽ ഇക്കോസിസ്റ്റമായ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. Since this system is too much bigger and complex to be studied at one time, it is convenient to divide it into two basic categories, namely the terrestrial and the aquatic. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന ഗ്ലോബൽ ഇക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണോ? അല്ല. ഈ പറയുന്ന ഇക്കോസിസ്റ്റംസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഓൾ ടുഗെദർ ആണ് ഏതെന്ന് പറയുക, ഗ്ലോബൽ ഇക്കോസിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ഈ ഇക്കോസിസ്റ്റം, ചെറിയ ചെറിയ ഇക്കോസിസ്റ്റം എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇക്കോസിസ്റ്റത്തിൽ തന്നെ വേരിയേഷൻ ഉണ്ടെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ചെറിയ ഇക്കോസിസ്റ്റംസ് ഉണ്ട്, വലിയ ഇക്കോസിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ പഠിക്കുകയും വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു എന്നാണ് നോക്കിക്കേ. അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെന്ത് ചെയ്തു, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇക്കോസിസ്റ്റത്തിനെ പ്രധാനമായിട്ടും രണ്ട് ബേസിക് കാറ്റഗറീസ് ആയിട്ട് വേർതിരിച്ചു.
എക്കോസിസ്റ്റത്തെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്ത്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാന്ന് നോക്കി? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നും. ക്ലിയർ ആയോ? അപ്പം നമുക്കതൊന്ന് ഇവിടെ മെൻഷൻ ചെയ്യാം. ഇക്കോസിസ്റ്റം അല്ലേ? ഇക്കോസിസ്റ്റം അതിനെ പ്രധാനമായിട്ട് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തുകൂടാ ഈ പറയുന്ന സയൻറ്റിസ്റ്റുകൾ? രണ്ടായിട്ട്. ഏതൊക്കെയാണ്? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും പിന്നെ ഏതാണ്? അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നും അവർ തരംതിരിച്ചു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എക്സാമ്പിളിലേക്കാണ് ഇവർ പോയേക്കുന്നത്. നോക്കിക്കേ, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ് ആൻഡ് ഡെസേർട്ട് ആർ സം എക്സാമ്പിൾസ് ഓഫ് ദ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളുകളായിട്ട് അവർ പറഞ്ഞത് എന്തൊക്കെയാണ്? എക്സാമ്പിൾസിൽ പറയണത് ഫോറസ്റ്റ്, പിന്നെ ഏതാ? ഗ്രാസ് ലാൻഡ്, പിന്നെ ഏതാണ്? ഈ പുൽമേടുകളൊക്കെ ഇല്ലേ, അതാണ് ഡെസേർട്ട് തുടങ്ങിയവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നേ? പോണ്ട്, ലേക്ക്, വെറ്റ്ലാൻഡ്, റിവർ ആൻഡ് എസ്റ്റുറി ആർ സം എക്സാമ്പിൾസ് ഓഫ് ദ അക്വാട്ടിക് എക്കോസിസ്റ്റം. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താ? പോണ്ട്, തടാകങ്ങൾ, പോണ്ട്, ലേക്ക് തുടങ്ങിയവയൊക്കെ ഇല്ലേ? പോണ്ട്, പിന്നെ ഇത് വരും ലേക്ക്, പിന്നെ പറഞ്ഞേക്കുന്ന വെറ്റ്ലാൻഡ്, തണ്ണീർത്തടങ്ങൾ വരില്ലേ? വെറ്റ്ലാൻഡ്, പിന്നെ ഇത് വരുന്നു റിവർ അല്ലേ? നദികൾ പറയാം. പിന്നെ നമ്മൾ പറയുന്ന എസ്റ്റുറീസ്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ടെന്നും പറഞ്ഞു. അതായത് ഇക്കോസിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നും. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ കര വരുന്ന എക്കോസിസ്റ്റം ആണ്. വെള്ളം വരുന്നതായിരിക്കും, ജലം അടങ്ങിയിരിക്കുന്നതായിരിക്കും ഏതെന്ന് പറയുക? അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുക. ഇങ്ങനെ രണ്ട് തരത്തിൽ ഈ സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു? എക്കോസിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തു വെച്ചു. ക്ലിയർ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇനി ക്രോപ്പ് ഫീൽഡ്സ് ആൻഡ് ആൻ അക്വേറിയം may also be considered as the man-made ecosystem. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ ഞാൻ രണ്ടായിട്ട് തിരിച്ചു, ടെറസ്ട്രിയൽ എന്നും അക്വാട്ടിക് എന്നും. ആക്ച്വലി ഇക്കോസിസ്റ്റത്തിനെ ഈ പറഞ്ഞ ടെറസ്ട്രിയൽ ആയിക്കോട്ടെ അക്വാട്ടിക് ആയിക്കോട്ടെ, ഈ പറഞ്ഞ രണ്ട് ഡിവിഷൻ ആക്ച്വലി എങ്ങനെ വന്നു എന്നറിയോ? നാച്ചുറൽ ഇക്കോസിസ്റ്റം ആൻഡ് മാൻമെയ്ഡ് ഇക്കോസിസ്റ്റം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും മാൻമെയ്ഡ് ഇക്കോസിസ്റ്റം ഉണ്ട്, നാച്ചുറൽ ഇക്കോസിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണ്? നാച്ചുറൽ ഇക്കോസിസ്റ്റവും മാൻമെയ്ഡ് ഇക്കോസിസ്റ്റവും. ഇതിൽ ഈ നാച്ചുറൽ ഇക്കോസിസ്റ്റം ആണ് നമുക്കിപ്പോൾ രണ്ട് തരത്തിൽ പറയാം, ടെറസ്ട്രിയലും അക്വാട്ടിക്കും. അതിൽ എക്സാമ്പിൾസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ. അങ്ങനെ കുറച്ചൊന്ന് മാറ്റി പറഞ്ഞേക്കാം, അല്ല കുറച്ചുകൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നോക്കിയേക്കളെ, എക്കോസിസ്റ്റത്തിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു, ടെറസ്ട്രിയലും അക്വാട്ടിക്, അതെല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇക്കോസിസ്റ്റത്തിനെ നമുക്ക് ഇങ്ങനെയും കൂടെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? നാച്ചുറൽ ഇക്കോസിസ്റ്റം എന്നും മാൻമെയ്ഡ് ഇക്കോസിസ്റ്റം. നാച്ചുറൽ വെച്ചാൽ പ്രകൃതിയാ ഉള്ള എക്കോസിസ്റ്റം, പിന്നെ എന്താ മനുഷ്യനിർമ്മിതമായ എക്കോസിസ്റ്റമാണ് ഈ മാൻമെയ്ഡ് ഇക്കോസിസ്റ്റം എന്ന് അറിയാം. ഈ നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിനകത്ത് തന്നെ രണ്ട് തരത്തിൽ, ടെറസ്ട്രിയലും ഉണ്ട് അക്വാട്ടിക്കും ഉണ്ട്. അതാണ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ അക്വാട്ടിക് ആണ് പോണ്ട്, ലേക്ക്, വെറ്റ്ലാൻഡ്, റിവർ, എസ്റ്റുറീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ മാൻമെയ്ഡ് ഇക്കോസിസ്റ്റം ഉണ്ട്. മാൻമെയ്ഡ് ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ പറയുന്നുണ്ട് ക്രോപ്പ് ഫീൽഡും അക്വേറിയവും. അതും കൂടി ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യുകയാണ് കേട്ടോ. മാൻമെയ്ഡ് ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്രോപ്പ് ഫീൽഡ്സ്, പിന്നെ ഏതാണ്? അക്വേറിയം. ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തുള്ളൊരു ഫ്ലോ ചാർട്ട് വരച്ചേക്കുന്നതാണ് കേട്ടോ. ആ ഒരു കേസും കൂടി നിങ്ങൾ പഠിച്ചേക്കണേ മക്കളെ. ക്രോപ്പ് ഫീൽഡും അക്വേറിയവും എന്താണ്? മാൻമെയ്ഡ് ഇക്കോസിസ്റ്റത്തിന് ഉദാഹരണമാണ് എന്നുള്ള കേസും കൂടി ഓർത്തേക്കാം. അടുത്ത, we will first look at the structure of the ecosystem. നമുക്ക് ആദ്യം എന്തിനെ കുറിച്ച് പഠിക്കാം? ഇക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാം. In order to appreciate the input, that is the productivity, transfer of energy, food chain or food web or nutrient cycling, and the output, ഡീഗ്രഡേഷൻ ആൻഡ് എനർജി ലോസ്. അതായത് നമുക്ക് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കതിന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും? ഇക്കോസിസ്റ്റത്തിന് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കാം. അതോടൊപ്പം തന്നെ അവിടെ എങ്ങനെയാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്, ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ന്യൂട്രിയൻ സൈക്ലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണ്, എനർജി ലോസ്, ഡീഗ്രഡേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Okay, we will also look at the relationship that the cycles, chains, webs that are created as a result of these energy flows within the system
ആൻഡ് ദെയർ ഇന്റർ റിലേഷൻഷിപ്പ്. അത് മാത്രമല്ല നമ്മൾ എന്തിനെക്കുറിച്ചും പഠിക്കും, ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന സൈക്കിളുകൾ, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ചെയിൻസ്, വെബ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കും. അവിടെയുള്ള ഇന്റർ റിലേഷൻഷിപ്പ്, ആനിമൽസ് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നിങ്ങൾ ആദ്യം ഓർത്ത് വെച്ചിരിക്കേണ്ടത് എന്താണ് ഇക്കോസിസ്റ്റം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ എന്താണ് ബയോസ്ഫിയർ, അല്ലെ, ഒരു ഗ്ലോബൽ ഇക്കോസിസ്റ്റം ആയിട്ടാണ് ഇക്കോളജിസ്റ്റുകൾ ബയോസ്ഫിയറിനെ കൺസിഡർ ചെയ്തത്. പിന്നെ അവർ പ്രധാനമായിട്ടും കൺവീനിയൻസിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് തിരിച്ചു, ഏതൊക്കെ ടെറസ്ട്രിയൽ എന്നും അക്വാട്ടിക് എന്നും. അത് തന്നെ ആക്ച്വലി നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിനാണ് രണ്ടായി തിരിച്ചത്. പിന്നെ മാൻമെയ്ഡ് ഇക്കോസിസ്റ്റം ഉണ്ട്, അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ധാരണ ഈ ഒരു പാരഗ്രാഫിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആ ഒരു ഏരിയയിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ഹെഡിങ് എന്താ നമുക്ക് പഠിക്കാനായിട്ടുള്ള? ഇക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. നോക്കിക്കേ, ഇൻ ഏർലിയർ ക്ലാസ്സസ് you have looked at the various components of the environment, that is the abiotic and biotic. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ കമ്പണൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റിൻ്റെ കമ്പണൻറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? വേരിയസ് കമ്പണൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് പലതരത്തിലുള്ള കമ്പണൻറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? എബയോട്ടിക് കമ്പണൻറ്റും ഉണ്ട്, ബയോട്ടിക് കമ്പണൻറ്റും ഉണ്ട്, ജീവനുള്ളവരും ജീവനില്ലാത്തവരും, അല്ലേ? അപ്പോൾ കമ്പണൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അവയാണ് ബയോട്ടിക്കും അബയോട്ടിക് കമ്പണൻസും. You studied how the individual biotic and abiotic factors affected each other and their surrounding. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് പഠിച്ച സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ബയോട്ടിക് ഫാക്ടറും അബയോട്ടിക് ഫാക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ സറൗണ്ടിങ്ങുമായിട്ട് എങ്ങനെയാണ് അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. Let us look at these components in a more integrated manner and see how the flow of energy takes place within these components of the ecosystem. അപ്പോൾ ഈ പറയുന്ന കമ്പണൻസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. അതുമാത്രമല്ല, ഈ കമ്പണൻസ്, എക്കോസിസ്റ്റത്തിന് ഈ കമ്പണൻസിനൂടെ എങ്ങനെയാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. Interaction of biotic and abiotic components result in a physical structure that is a characteristic for each type of ecosystem. അതായത് പല ടൈപ്പ് ഇക്കോസിസ്റ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഏതൊരു ടൈപ്പ് എക്കോസിസ്റ്റം നമ്മൾ എടുത്താലും ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. ഇൻ്ററാക്ഷൻ ഓഫ് ദ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പണൻറ്റ് റിസൾട്ട് ഇൻ എ ഫിസിക്കൽ സ്ട്രക്ചർ. അതായത് ഈ ബയോട്ടിക്കും എബയോട്ടിക് കമ്പണൻസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആ ഒരു പെർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിന് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമാർന്ന രീതിയിലാണ് ആ ബയോട്ടിക് കമ്പണൻറ്റും എബയോട്ടിക് കമ്പണൻറ്റും ആ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പണൻസ് ആണ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പണൻറ്റ് ഇൻ ആൻ ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പണൻറ്റുകളാണ് ബയോട്ടിക്കും അബയോട്ടിക്കും. അവർ ചുമ്മാ ഇരിക്കുകയല്ല, അവർ എന്ത് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്താണ് അവിടെ ജീവിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു മനുഷ്യനാണ്, അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്താണ് എബയോട്ടിക് കമ്പണൻ്റ് ആയിട്ടുള്ള എയർ വേണം, വാട്ടർ വേണം, അല്ലേ? അപ്പോൾ എബയോട്ടിക് കമ്പണൻ്റ് നമ്മൾ അത്രത്തോളം എന്ത് ചെയ്താൽ മിങ്കിൾ ചെയ്തല്ലേ നമ്മൾ ജീവിക്കുക. അതേ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയണത്. അപ്പോൾ എക്കോസിസ്റ്റത്തിൽ ഒരു ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യണമെങ്കിൽ ബയോട്ടിക് കമ്പണൻസിന് അബയോട്ടിക് കമ്പണൻറ്റുമായിട്ട് എത്രത്തോളം റിലേറ്റ് ചെയ്ത് വേണം ജീവിക്കാൻ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ പറയുന്നത് നോക്കി. ഐഡന്റിഫിക്കേഷൻ ആൻഡ് എന്യൂമറേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം ഗീവ്സ് ഇറ്റ് സ്പീഷീസ് കമ്പോസിഷൻ. അപ്പോൾ സ്പീഷീസ് കമ്പോസിഷൻ എന്താണ് എന്നുള്ളതാണ് ആ ഒരു ലൈനിൽ പറയണത്. സ്പീഷീസ് കമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ആൻഡ് എന്യൂമറേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം ഗിവ്സ് ഇറ്റ് സ്പീഷീസ് കമ്പോസിഷൻ. അതായത് ഒരു ഇക്കോസിസ്റ്റത്തിനകത്തുള്ള പല ടൈപ്പ് ജീവികളുടെ സ്പീഷീസിൻ്റെ വിന്യാസം, അതാണ് സ്പീഷീസ് കമ്പോസിഷൻ. സ്പീഷീസ് കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ ജീവജാലങ്ങളുണ്ട്, അതായത് പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ, അവ ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അവരുടെ എണ്ണം എടുക്കണം, ഇങ്ങനെ പല അതാണ് ഇന്യൂമറേറ്റ് ചെയ്യാവുന്നൊരു വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യണം, അവരെ ഇന്യൂമറേറ്റ് ചെയ്യണം. പ്ലാന്റ്സോ അല്ലെങ്കിൽ ആനിമൽ സ്പീഷീസ് ആരാണോ എക്കോസിസ്റ്റത്തിലുള്ളത് അങ്ങനെ ഇന്യൂമറേറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിനകത്തുള്ള എന്ത് കിട്ടിയെന്ന അർത്ഥം? സ്പീഷീസ് കമ്പോസിഷൻ. അവിടെ ആരൊക്കെ ഉണ്ട്, ഏതൊക്കെ സ്പീഷീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പോൾ അതിനെയാണ് സ്പീഷീസ് കമ്പോസിഷൻ എന്ന് പറയാം. അപ്പോൾ സ്പീഷീസ് കമ്പോസിഷൻ എന്താണെന്ന് നോക്കി. ഐഡന്റിഫിക്കേഷൻ ആൻഡ് എന്യൂമറേഷൻ ഓഫ് ദ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് of an ecosystem gives its species composition. ഇനി അടുത്ത നോക്കിക്കേ. Vertical distribution of different species occupying different levels is called stratification. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് കേട്ടോ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് നോക്കാം. ലംബമായിട്ട് നമ്മൾ ഈ പറയുന്ന പല തലങ്ങളിൽ പല തരത്തിലുള്ള സ്പീഷീസിനെ
നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഒക്കുപ്പൈയിങ് ഡിഫറെൻറ്റ് ലെവൽസ്. അതായത് വെർട്ടിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പല തലങ്ങളിൽ നിൽക്കുന്ന പല തരത്തിലുള്ള സ്പീഷീസിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മക്കളെ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഒക്കുപ്പൈയിങ് ഡിഫറെൻറ്റ് ലെവൽസ് ഈസ് കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ, ട്രീസ് ഒക്കുപ്പൈ ടോപ്പ് വെർട്ടിക്കൽ സ്ട്രാറ്റ ഓർ ലെയർ ഓഫ് എ ഫോറസ്റ്റ്, shrubs the second, and herbs and grasses occupy the bottom layers. അതായത് സ്ട്രാറ്റിഫിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന നോക്കിക്കേ, ട്രീസ്. അതായത് ഒരു ഫോറസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഫോറസ്റ്റിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ അല്ലെങ്കിൽ ടോപ്പ് സ്ട്രാറ്റയിൽ നമ്മൾ ആരെയാണ് ഉൾപ്പെടുത്തുക, അവിടെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ആരെയാണ്, ഈ പറയുന്ന ട്രീസിനെയാണ് കേട്ടോ. ട്രീസ് ഒക്കുപ്പൈസ് ദ ടോപ്പ് വെർട്ടിക്കൽ സ്ട്രാറ്റ ഓർ ലെയർ ഓഫ് എ ഫോറസ്റ്റ്. ഇതേ ഫോറസ്റ്റിൽ തന്നെ നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യണത് ആരെയെന്നറിയോ, സ്hrubsനെയാണ്. ഏറ്റവും ലോവർ ലെവലിൽ അല്ലെങ്കിൽ ബോട്ടം ലെയറിൽ നമ്മൾ ആരെയാണ് കൊടുക്കുക, ഹെർബ്സിനെയും ഗ്രാസസിനെയുമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്തേ, ആ ഒരു പെർട്ടിക്കുലർ ഇക്കോസിസ്റ്റം ദാറ്റ് ഇസ് എ ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിൽ പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ചെയ്താണ്, 3 തലങ്ങളായിട്ട് തിരിച്ചതാണ് അല്ലേ. ഹെർബ്സും ഗ്രാസും ഏറ്റവും ലോവർ ബോട്ടം ലെയറിൽ, അതിനേക്കാളും കുറച്ചും കൂടെ ഉയർന്ന ലെവലിൽ ആരെ ഒക്കുപ്പൈ ചെയ്തു, നമ്മൾ സ്ട്രബ്സിനെ. അതിനേക്കാളും ഏറ്റവും ഉയർന്ന ലെവലിലാണ് നമ്മൾ ആരെ ഒക്കുപ്പൈ ചെയ്തത്, ട്രീസിനെ അല്ലേ. അങ്ങനെ നമ്മൾ എന്താ ചെയ്തത്, ഡിഫറെൻറ്റ് ലെവൽസിൽ ഡിഫറെൻറ്റ് സ്പീഷീസിനെ നമ്മൾ വേർട്ടിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഇതിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഇത് നമ്മുടെ നീറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആട്ടോ ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഭാഗം, അതുകൊണ്ട് അത് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഒക്കുപ്പൈയിങ് ഡിഫറെൻറ്റ് ലെവൽസ് ഈസ് കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ. ക്ലിയർ അല്ലേ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. Components of the ecosystem are seen to function as a unit when you consider the following aspects. അതായത് നമുക്കറിയാം പല ടൈപ്പ് കമ്പണൻസ് ഉണ്ടല്ലേ ഇക്കോസിസ്റ്റത്തിൽ. അതേതാ, ബയോട്ടിക്കും അബയോട്ടിക്കും ഉണ്ടല്ലേ. അപ്പോൾ ഈ അബയോട്ടിക് ആയാലും ബയോട്ടിക് കമ്പണൻസ് ആയാലും നമ്മുടെ ഈ ഇക്കോസിസ്റ്റത്തിൽ ഫങ്ഷൻ ചെയ്യുന്നത് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്നവർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ എക്കോസിസ്റ്റത്തിൽ നോക്കി വെച്ചേക്കണം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് പ്രൊഡക്ടിവിറ്റി, 2 ഡീകമ്പോസിഷൻ, 3 എനർജി ഫ്ലോ, 4 ന്യൂട്രിയൻ സൈക്ലിംഗ്. അതായത് ഈ പറയുന്ന എക്കോസിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് എക്കോസിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഈ ബയോട്ടിക് കമ്പണൻസ് ആയാലും എബയോട്ടിക് കമ്പണൻസ് ആയാലും ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യണത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ, പ്രൊഡക്ടിവിറ്റി എടുത്താലും ഡീകമ്പോസിഷൻ എടുത്താലും എനർജി ഫ്ലോ ആയാലും ന്യൂട്രിയൻ സൈക്ലിംഗ്, ഇങ്ങനെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ നടക്കുന്നതാണ്. ഈ പ്രോസസ്സുകളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബയോട്ടിക് കമ്പണൻസും എബയോട്ടിക് കമ്പണൻസും ഒരു യൂണിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യണത്, വർക്ക് ചെയ്യണത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോണത് ഈ പറഞ്ഞ 4 ആസ്പെക്ട്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. വാട്ട് ഈസ് പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ്. ഓക്കെ, പക്ഷെ നമ്മുടെ ഇപ്പോൾ പുതിയ റിവൈസ്ഡ് എഡിഷൻ ടെക്സ്റ്റിനകത്ത് ന്യൂട്രിയൻ സൈക്ലിങ്ങിനെ കുറിച്ച് അത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. അത് ഡിലീറ്റഡ് ആയിട്ട് കളഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത്, നീറ്റിൻ്റെ സിലബസ് ഞാൻ പറയുന്നില്ല, NCERT ടെക്സ്റ്റിനകത്ത് ഈ ഒരു ഭാഗം ന്യൂട്രിയൻ സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിവൈസ്ഡ് എഡിഷൻ ടെക്സ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ലൈൻ ബൈ ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും ആസ്പെക്ട്സ് നമ്മൾ പഠിക്കുക. എക്കോസിസ്റ്റവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ആസ്പെക്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്ലിംഗ്. അതെല്ലാം ഉണ്ട്. പക്ഷേ ന്യൂട്രിയൻ സൈക്ലിംഗ് എന്നുള്ളത് നമ്മുടെ റിവൈസ്ഡ് എഡിഷൻ ടെക്സ്റ്റിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു സീരീസിൽ ലൈൻ ബൈ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റിൽ എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് അതാണ് ലൈൻ ബൈ ലൈൻ ഡീകോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ അടുത്ത പാരഗ്രാഫ് എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ. ടു അണ്ടർസ്റ്റാൻഡ് ദ ഇഥോസ് ഓഫ് ആൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം ലെറ്റ് us ടേക്ക് എ സ്മോൾ പോണ്ട് ആസ് ആൻ എക്സാമ്പിൾ. ഇവിടെ നമുക്ക് ഒരു എക്കോസിസ്റ്റം, ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റമാണ് ഉദാഹരണമായിട്ട് നൽകിയിരിക്കുന്നത്. അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് തന്നിരിക്കുന്നത് നോക്കി, ഒരു പോണ്ടാണ് അല്ലെ, ഒരു കുളമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 4 കമ്പണൻസ് ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി,
ന്യൂട്ടൺ സൈക്ലിംഗ്, എനർജി ഫ്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ. അപ്പോൾ ആ കമ്പണൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നേക്കാണ് ഒരു അക്വാട്ടിക് ഇക്കോസിസ്റ്റമായ പോണ്ട്. അപ്പോൾ നമ്മൾ പോണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ this is fairly a self-sustainable unit and a rather simple example that explain even the complex interactions that exist in an aquatic ecosystem. ഒരു അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൻ്റെ ഉദാഹരണമായിട്ട് നമ്മളിവിടെ എടുത്ത പോണ്ടെന്ന് പറയുന്നത് സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റുന്ന സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ്. ഈ ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് ഈ പറയുന്ന എല്ലാവിധ കമ്പണൻസും തങ്ങളിലുള്ള ഇൻറ്ററാക്ഷൻസ് നല്ല രീതിക്ക് നമുക്ക് അതായത് നന്നായി നമുക്ക് കാണാൻ സാധിക്കും. A pond is a shallow water body in which all the above mentioned 4 basic components of an ecosystem are well exhibited. പോണ്ട് എന്ന് പറയുന്നത് അത്രത്തോളം ആഴമില്ലാത്ത ഒരു വാട്ടർ ബോഡിയാണ്. ഈ ഒരു വാട്ടർ ബോഡിയിൽ, ഈ പോണ്ടിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്? 4 ബേസിക് കമ്പണൻസ്, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത 4 ബേസിക് കമ്പണൻസ്. അത് ഏതൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രൻ സൈക്ലിംഗ് എന്നീ പ്രധാനപ്പെട്ട കമ്പണൻസ് എല്ലാം നമുക്ക് എവിടെയും കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്? ഷാലോ വാട്ടർ ബോഡിയായ പോണ്ടിൽ കാണാനായിട്ട് സാധിക്കും. The abiotic component is the water with all the dissolved inorganic and organic substances and the rich soil deposit at the bottom of the pond. ഒരു പോണ്ട് എടുത്താൽ ആ പോണ്ടിലെ അബയോട്ടിക് കമ്പണന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അവിടുത്തെ വെള്ളമാണ്. വെള്ളം മാത്രമല്ല, ആ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഇനോർഗാനിക്കും ഓർഗാനിക് സബ്സ്റ്റൻസുകളും ആ പോണ്ടിൻ്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന റിച്ച് സോയിലും ഓക്കെ, അതായത് ധാരാളമുള്ള മണ്ണും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു പോണ്ടിലുള്ള എബയോട്ടിക് കമ്പണൻ്റ് എന്ന് ചോദിച്ചാൽ വെള്ളം, വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് ഡിസോൾവ് ആയിട്ടുള്ള ഇനോർഗാനിക് ഓർഗാനിക് സബ്സ്റ്റൻസസ് പ്ലസ് ആ പോണ്ടിൻ്റെ അടിത്തട്ടിലുള്ള സോയിൽ. ഇത് ഇത്രയുമാണ് പോണ്ടുമായി ബന്ധപ്പെട്ട എബയോട്ടിക് കമ്പണൻസ്. അടുത്ത എന്താ? The solar input, the cycle of temperature, day length and other climatic conditions regulate the rate of function of the entire pond. അതായത് സോളാർ എനർജി, ഉറപ്പായിട്ടും പോണ്ടിലേക്ക് സൂര്യപ്രകാശം പതിക്കുന്നുണ്ടാവും. അപ്പോൾ സോളാർ ഇൻപുട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ലേ, സൈക്കിൾ ഓഫ് ടെമ്പറേച്ചർ, ഡേ ലെങ്ത്, ആ ഒരു ദിവസത്തെ ആ ഒരു നീളം, ഡേ ലെങ്ത് ആൻഡ് അതർ ക്ലൈമാറ്റിക് കണ്ടീഷൻ, മറ്റുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പോണ്ടിൻ്റെ എൻറ്റയർ ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ദ ഓട്ടോട്രോഫിക് കമ്പണൻസ് ഇൻക്ലൂഡ് the phytoplankton, some algae and the floating submerged and marginal plants found at the edges. അതായത് ഒരു പോണ്ട് എടുത്താൽ ആ പോണ്ടിൽ ഓട്ടോട്രോഫ്സ് ആയിട്ടുള്ളവർ, ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി ആഹാരം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവർ, ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായി ആഹാരം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അതാണ് ഫോട്ടോസിന്തറ്റിക്കലി ഓട്ടോട്രോഫ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഓട്ടോട്രോഫ്സ് ആയിട്ടുള്ളവർ ആരൊക്കെയാണ് ഒരു പോണ്ടിൽ എന്ന് ചോദിച്ചാൽ ഫൈറ്റോപ്ലാങ്ക്ടൻസ്, ചില ആൽഗേസ്, പിന്നെ പൊങ്ങിക്കിടക്കുന്നതും പകുതി സബ്മർജ്ഡ് ആയിട്ട് കിടക്കുന്നവരും, അങ്ങനെയുള്ള ചില പ്ലാന്റുകൾ ഉണ്ടാവില്ലേ ആ ഒരു പോണ്ടിൻ്റെ വക്കത്തൊക്കെ കാണപ്പെടുന്ന പ്ലാന്റ്സ്, അപ്പോൾ അരികുകളിലൊക്കെ കാണപ്പെടുന്ന അങ്ങനെയുള്ള പ്ലാന്റ്സും ഒക്കെയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുക ഓട്ടോട്രോഫ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു പോണ്ടിലെ കൺസ്യൂമേഴ്സിനെ നോക്കാം. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സ് ആയിട്ട് ആ പോണ്ടിൽ കാണപ്പെടുന്നത് the consumers are represented by the zooplankton, the free swimming and bottom dwelling forms. അതായത് അവിടുത്തെ കൺസ്യൂമേഴ്സ്, ആ ഒരു പോണ്ടിലെ കൺസ്യൂമേഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന സൂപ്ലാങ്ക്ടനും അതുപോലെ എന്താണ് ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ജീവികളും, അതുപോലെ താഴേക്ക് ആ ഒരു പോണ്ടിന് താഴെ താമസിക്കുന്ന കുറേ കുഞ്ഞു കുഞ്ഞു ജീവികൾ ഉണ്ടാവില്ല, കുഞ്ഞു കുഞ്ഞെന്നല്ല പോണ്ടിൽ കാണപ്പെടുന്ന ബാക്കിയുള്ള ജീവികൾ, അവയെല്ലാം നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം? കൺസ്യൂമർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ദ ഡീകമ്പോസേഴ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നവർ പോണ്ടിൽ ആരൊക്കെയാണ്? ഫംഗസ്, ഫഞ്ചൈ, ബാക്ടീരിയ, ഫ്ലജല്ലേറ്റ്സ് എസ്പെഷ്യലി അബണ്ടന്റ് ദ ബോട്ടം ഓഫ് ദ പോണ്ട്. പോണ്ടിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിട്ട് ഈ ഫംഗസും ബാക്ടീരിയയും ഫ്ലജല്ലേറ്റ്സും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. അവയെല്ലാം നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയാണ്? ഡീകമ്പോസേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. This system performs all the functions of any ecosystem and of the biosphere as a whole. That is, conversion of inorganic into organic material with the help of the radiant energy of the sun by the autotrophs, consumption of the autotrophs by the heterotrophs, decomposition and mineralization of the dead matter to release them back for reuse by the autotrophs. These events are repeated over and over again. അതായത് ഇപ്പോൾ നമ്മളൊരു പോണ്ട് ഇക്കോസിസ്റ്റം എടുത്തു. ഈ ഒരു പോണ്ട് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ബയോസ്ഫിയറിനെ ടോട്ടലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ അതൊരു എക്കോസിസ്റ്റം അല്ലേ ഞാൻ ഈ പോണ്ട് എടുത്തേക്കുന്നത്? പോണ്ട് ആക്ച്വലി ഒരു എക്കോസിസ്റ്റം ആണ്. ആ പോണ്ട് എന്ന് പറയുന്നത് അവിടെ ഈ പല തരത്തിലുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കി. കൺവേർഷൻ ഓഫ് ഇനോർഗാനിക് മെറ്റീരിയൽ ഇൻറ്റു ഓർഗാനിക് മെറ്റീരിയൽ. അതായത് ഇനോർഗാനിക് മെറ്റീരിയൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഓർഗാനിക് മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആരുടെ സഹായത്തോടു കൂടി? സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഓട്ടോട്രോഫ്സ് ഇനോർഗാനിക്
മെറ്റീരിയലുകളെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഓർഗാനിക് മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യും. അതൊരു പ്രോസസ്സാണ്. പിന്നെ ഈ ഓട്ടോട്രോഫ്സിനെ ആര് കഴിക്കുന്നു? ഹെറ്ററോട്രോഫുകൾ കഴിക്കുന്നു. അത് അടുത്തൊരു പ്രോസസ്സാണ്. ഡീകമ്പോസിഷനും മിനറലൈസേഷനും ഒക്കെ നടക്കുന്നു. ഡെഡ് ഓർഗാനിക് മാറ്ററിന്റെ ഡീകമ്പോസിഷനും അതോടൊപ്പം തന്നെ മിനറലൈസേഷനും ഒക്കെ നടത്തുന്നു. ഓക്കെ, എന്നിട്ട് ഇത് തിരിച്ച് ആരിലേക്ക് തന്നെ ഇത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ഓട്ടോട്രോഫ്സ് തിരിച്ചിത് വലിച്ചെടുക്കുകയാണ് അല്ലേ? അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക? നടന്നുകൊണ്ടേയിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അതായത് എന്താ? ഇൻഓർഗാനിക് മെറ്റീരിയൽ ആവുന്നു, ഓട്ടോട്രോഫ്സിന് ഹെറ്ററോട്രോഫ്സ് കഴിക്കുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു, പിന്നെയും എന്ത് ചെയ്യുന്നു? ഈ മെറ്റീരിയൽ ഓട്ടോട്രോഫ്സ് എടുക്കുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ ഗോസ് ഓൺ, സൈക്ലിക്കലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഇതിപ്പോൾ നമ്മളൊരു പോണ്ട് എക്കോസിസ്റ്റം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. ഇത് തന്നെയാണ് മക്കളെ ഒരു എൻറ്റയർ ബയോസ്ഫിയറിൽ നടക്കുന്ന കാര്യം. ഓക്കെ, അടുത്ത എന്താ പറയാം? There is unidirectional movement of energy towards the higher trophic levels and its dissipation and loss as heat to the environment. അത് മാത്രമല്ല, എനർജിയുടെ ഒരു ഫ്ലോ നമുക്ക് ഒരു ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് കാണാം. അതായത് ബോട്ടം ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ എനർജിയുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു വരില്ല. ഇറ്റ്സ് നോട്ട് ബൈ ഡയറക്ഷണൽ. അതായത് അങ്ങോട്ടേക്ക് എനർജി പോകുന്നു, ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ മുകളിൽ നിൽക്കുന്ന ട്രോഫിക് ലെവലിൽ നിന്നും തൊട്ട് താഴെ നിൽക്കുന്ന ട്രോഫിക് ലെവലിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? എനർജി തിരിച്ചു വരില്ല. അപ്പോൾ എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു യൂണിഡയറക്ഷണൽ ട്രാൻസ്ഫർ ആണെന്ന് പറയാം. ഓക്കെ, അതായത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ നടക്കും. ആ എനർജി ട്രാൻസ്ഫർ നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണ്? ഹീറ്റ് ലോസും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? യൂണിഡയറക്ഷണൽ ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത് യൂണിഡയറക്ഷനിലാണ് എന്നുള്ളൊരു കേസ് അവിടെ ഓർത്ത് വെച്ചിരിക്കുക. ലോസ് ഓഫ് ഹീറ്റ് എന്ന രീതിയിലും എനർജി കുറച്ച് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന്, ഒരു തലത്തിൽ നിന്നും അടുത്തൊരു തലത്തിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി അവിടെ കിട്ടുന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ, പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഈ എനർജി ട്രാൻസ്ഫർ നടക്കുമ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോട്ടൽ എനർജി ആരിലേക്ക് എത്തുന്നില്ല? കൺസ്യൂമർ ലെവലിലേക്ക് എത്തത്തില്ല. ഓക്കെ, അവിടെ എനർജി ലോസ് നടക്കും, ഹീറ്റ് ലോസ് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഫ്ലോ ഓഫ് എനർജി എങ്ങനെയായിരിക്കും? ഇറ്റ്സ് നോട്ട് ബൈ ഡയറക്ഷണൽ. അതൊരിക്കലും ബൈ ഡയറക്ഷണൽ ആവില്ല. അതെങ്ങനെയായിരിക്കും? യൂണി ഡയറക്ഷൻ ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, പ്രൊഡക്ടിവിറ്റി. അതായത് ഞാൻ നേരത്തെ കുറേയധികം കമ്പണൻസ് പറഞ്ഞു, പ്രധാനമായിട്ട് 4 പറഞ്ഞിരുന്നു. പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലെ ഒന്നാമത്തെ കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയാം? പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് നോക്കാം. നോക്കിക്കേ, എ കോൺസ്റ്റന്റ് ഇൻപുട്ട് ഓഫ് സോളാർ എനർജി ഈസ് ദ ബേസിക് റിക്വയർമെന്റ് ഫോർ എനി ഇക്കോസിസ്റ്റം ടു ഫങ്ഷൻ ആൻഡ് സസ്റ്റെയിൻ. ഏതൊരു ഇക്കോസിസ്റ്റത്തിന് നിലനിൽക്കണമെങ്കിലും അവിടെ എന്ത് കിട്ടിയേ പറ്റുള്ളൂ? ഒരു കൃത്യമാർന്ന അളവിൽ എപ്പോഴും എല്ലായ്പ്പോഴും എന്ത് കിട്ടിക്കൊണ്ടേയിരിക്കണം? സോളാർ എനർജി കിട്ടിക്കൊണ്ടേയിരിക്കണം, സോളാർ ഇൻപുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കണം. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഇക്കോസിസ്റ്റം കൃത്യമാർന്ന രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ സോളാർ ഇൻപുട്ട് കിട്ടിയേ പറ്റുകയുള്ളൂ. അടുത്ത് നോക്കുക, പ്രൈമറി പ്രൊഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ over a time period by plants during photosynthesis. അപ്പോൾ പ്രൈമറി പ്രൊഡക്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിശ്ചിത ഏരിയയിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്ലാന്റ്സ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് എന്തുണ്ടാക്കുകയാണ്? ബയോമാസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് എത്രയാണ്? അതിനാണ് നമ്മൾ എന്താ പറയുക? പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി പ്രൊഡക്ഷൻ്റെ ഡെഫിനിഷനാണ് കേട്ടോ ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ, ബയോമാസിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ബയോമാസ് ഓർഗാനിക് മാറ്റർ ഉണ്ടാക്കിയത് ആരാ? അതാരാന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ, ഇത്ര ഏരിയയ്ക്കുള്ളിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യാണ്? ഫോട്ടോസിന്തസിസ് വഴി ഓർഗാനിക് മാറ്റർ അഥവാ ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ അളവിനെയാണ് നമ്മൾ പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ പ്രൈമറി പ്രൊഡക്ഷൻ നമ്മൾ ഏത് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അതിൻ്റെ യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വെയിറ്റ് ഓർ എനർജി. ഒന്നുകിൽ അത് വെയിറ്റിൻ്റെ രൂപത്തിലോ അതല്ലെങ്കിൽ എനർജിയുടെ ടേംസിലോ ആണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് രൂപത്തിലാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് gram⁻². ആൻഡ് എനർജിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ
കിലോ കാലറി m⁻² എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അത് പഠിക്കുക. വെയിറ്റ് ആണെങ്കിൽ gm⁻² എന്നും എനർജി ആണെങ്കിൽ kcal m⁻², ദാറ്റ് ഇസ് കിലോ കാലറി m⁻² എന്നുള്ള രീതിയിലുമായിരിക്കും അതിൻ്റെ യൂണിറ്റ് വരിക. എന്തിൻ്റെ യൂണിറ്റ്? പ്രൈമറി പ്രൊഡക്ഷൻ്റെ യൂണിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചാണ്? പ്രൈമറി പ്രൊഡക്ഷനെ കുറിച്ചാണ്. ഇനി അടുത്ത എന്താ? പ്രൊഡക്ടിവിറ്റി. ഇനി നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഉൽപാദനക്ഷമത. അതല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്താണ്? പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ. ബയോമാസ് പ്രൊഡക്ഷൻ്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുക? പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് പ്രൊഡക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ. ബയോമാസ് പ്രൊഡക്ഷൻ്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. അതേസമയം പ്രൊഡക്ടിവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? gm⁻², e⁻−1 എന്ന രീതിയിലോ അല്ലെങ്കിൽ എനർജി യൂണിറ്റ് വെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കിലോ കാലറി m⁻², e⁻−1 എന്നുള്ള രീതിയിലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൊഡക്ടിവിറ്റിയുടെ യൂണിറ്റ് പഠിച്ചു വെച്ചേക്കുക, പ്രൈമറി പ്രൊഡക്ഷൻ്റെ യൂണിറ്റും പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് തരത്തിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള യൂണിറ്റ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തു അല്ലേ. ഒരെണ്ണം എന്താ? gm⁻², e⁻−1. മറ്റൊരെണ്ണം എന്താ? kcal m⁻², e⁻−1 നിങ്ങൾ നമ്മൾ കൊടുത്തില്ലേ. ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം in order to compare the productivity of different ecosystem. പല ടൈപ്പ് ഇക്കോസിസ്റ്റം ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് ഇക്കോസിസ്റ്റത്തിൽ ഉള്ള പ്രൊഡക്ടിവിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എന്താണ് രണ്ട് തരത്തിലുള്ള യൂണിറ്റുകൾ ഇവിടെ കൊടുത്തത്. ഒന്ന് വെയിറ്റിൻ്റെ ടേംസിലുള്ള യൂണിറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്, എനർജിയുടെ ടേംസിലുള്ള യൂണിറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? വാട്ട് ഈസ് പ്രൈമറി പ്രൊഡക്ഷൻ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ് പ്രൊഡക്ടിവിറ്റി. അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇപ്പോൾ പറഞ്ഞ പ്രൊഡക്ടിവിറ്റിയെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഓക്കെ, ഇപ്പോൾ എന്തിനാണ് നമ്മളിപ്പോൾ രണ്ടായി തരംതിരിക്കുന്നത്? പ്രൊഡക്ടിവിറ്റീനെ. ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി എത്ര തരത്തിലുണ്ടെന്നാ പറയണത്? രണ്ട് തരത്തിൽ. ഏതൊക്കെയാണെന്നാ പറഞ്ഞേക്കുന്നേ? ഒന്നാമത്തേത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്താണ് ഒന്നാമത്തത്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഒന്നാമത്തത് അതാണ് ഇവിടെ തന്നിട്ടുണ്ടത്. ഓക്കെ, ഇനി എന്താ? രണ്ടാമത്തെ പ്രൊഡക്ടിവിറ്റി പറയണം അല്ലേ. രണ്ടാമത്തെ പ്രൊഡക്ടിവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ക്ലിയർ അല്ലേ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നതാണ് GPP. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നതാണ് NPP. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ NCERT ടെക്സ്റ്റ് ലൈനിലേക്ക് തിരിച്ചു വരാം. എന്താ പറഞ്ഞേക്കുന്നത് നോക്കുക. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു, ഇവിടുത്തെ ഇറ്റാരാ? പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി GPP ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി NPP. ഇനി നമുക്ക് ആദ്യത്തെ ഡെഫിനിഷൻ ആരെക്കുറിച്ച് നോക്കാം? നമ്മുടെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് നോക്കാം. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഇക്കോസിസ്റ്റം ഈസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഓർഗാനിക് മാറ്ററിന്റെ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ഓർഗാനിക് മാറ്റർ ഉണ്ടാവില്ലേ, അത് എത്രത്തോളം? ദാറ്റ് ഇസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ദാറ്റ് ഇസ് കോൾഡ് ആസ് വാട്ട്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, a considerable amount of GPP is utilized by the plants in respiration. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന GPPയിൽ നിന്ന് കുറച്ച് ആര് യൂട്ടിലൈസ് ചെയ്യും? നമ്മുടെ പ്ലാന്റ്സ് തന്നെ കുറച്ച് എനർജി യൂട്ടിലൈസ് ചെയ്യും അല്ലേ. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ ലോസ്. അതായത് ഈ പറഞ്ഞ പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് കുറച്ച് GPPയിൽ നിന്ന് കുറച്ച് എനർജി യൂസ് ചെയ്തത്. അപ്പോൾ റെസ്പിറേഷൻ ലോസ് ഉണ്ട്. അപ്പോൾ GPPയിൽ നിന്ന് കുറച്ച് എനർജി റെസ്പിറേഷന് വേണ്ടി പോയി. അപ്പോൾ GPP മൈനസ് റെസ്പിറേറ്ററി ലോസ്. അപ്പോൾ ബാക്കി എന്താണോ ഉള്ളത് അതിനെയാണ് മക്കളെ നമ്മൾ NPP അഥവാ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. നോക്കിക്കേ, എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് GPP ഈസ് യൂട്ടിലൈസ്ഡ് ബൈ പ്ലാന്റ്സ് ഇൻ റെസ്പിറേഷൻ. GPPയുടെ കുറച്ച് എമൗണ്ട് ആര് യൂസ് ചെയ്തിട്ടുണ്ട്? പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ ലോസസ്, ദാറ്റ് ഇസ് R, ഇസ് ദ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി NPP. അപ്പോൾ NPPയുടെ ഇക്വേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, NPP എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം GPPയിൽ നിന്നും റെസ്പിറേറ്ററി ലോസ്, GPPയിൽ നിന്നും റെസ്പിറേഷൻ ലോസ് നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയാം? NPP എന്ന് പറയാം. അപ്പോൾ NPP ഈസ് ഈക്വൽ ടു GPP മൈനസ് R എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് എന്ത്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും. ഓക്കെ അല്ലേ? അപ്പോൾ പ്രൊഡക്ടിവിറ്റി രണ്ടായി തരംതിരിച്ചു. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും ഗ്രോസ് പ്രൈമറി. അല്ലെങ്കിൽ തിരിച്ചു പഠിക്കാം.
പ്രൊഡക്ടിവിറ്റി രണ്ടായി തരംതിരിച്ചു, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. പിന്നെ ഇതിനകത്ത് കുറച്ച് എമൗണ്ട് പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ GPP യിൽ നിന്ന് റെസ്പിറേഷൻ ലോസ് കുറയ്ക്കുന്നതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡെഫിനിഷൻ വേണ്ടേ നമുക്ക് പഠിക്കാൻ? അതെന്താണെന്ന് നോക്കിയേ. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് ദ അവൈലബിൾ ബയോമാസ് ഫോർ ദ കൺസംഷൻ ടു ഹെറ്ററോട്രോഫ്സ്, ദാറ്റ് ഈസ് ഹെർബിവോർസ് ആൻഡ് ഡികമ്പോസേഴ്സ്. അതായത് പ്ലാന്റ്സ് ആയിരിക്കും ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഫോട്ടോസിന്തസിസ് വഴി എന്ത് ചെയ്തു? GPP ഉണ്ടാക്കി. അപ്പോൾ ആ GPP യിൽ കുറച്ച് അവർ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് റെസ്പിറേഷന് വേണ്ടിയിട്ട്. ബാക്കി പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ എന്താണോ ആർക്ക് കൊടുക്കാൻ, കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ ഉള്ളത്, അല്ലെങ്കിൽ ഹെറ്ററോട്രോഫ്സിന് കൊടുക്കാൻ വേണ്ടി നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ ബാക്കി എന്താണോ ഉള്ളത്, അവർ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി ഉള്ളത് എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? ഇസ് ദ അവൈലബിൾ ബയോമാസ്, അവശേഷിക്കുന്ന ബയോമാസ്. ഇറ്റ് ഇസ് അവൈലബിൾ ബയോമാസ് ഫോർ ദ കൺസംഷൻ ഓഫ് ഹെറ്ററോട്രോഫ്സ്. ഹെറ്ററോട്രോഫ്സിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവശേഷിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ബയോമാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അടുത്ത ടോപ്പിക്കിന്റെ പേരെന്താണ് മക്കളെ? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ എന്താ ഈ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി is defined as the rate of formation of new organic matter by consumers. കൺസ്യൂമേഴ്സ് എന്തുണ്ടാക്കുകയാണ്? കൺസ്യൂമേഴ്സിന്റെ ബോഡിയിൽ പുതിയ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യാണ്, ഫോം ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അതായത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടുന്ന ഓർഗാനിക് മാറ്റർ അവരുടെ ബോഡിയിൽ ഉണ്ടാക്കില്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്താണ്? ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാണ്? പുതിയ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യില്ലേ? അതിൻ്റെ റേറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്താ? പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ പ്ലാന്റ് സ്പീഷീസ് ഇൻഹിബിറ്റിംഗ് എ പെർട്ടിക്കുലർ ഏരിയ. അപ്പോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്ലാന്റ് സ്പീഷീസ് ദാറ്റ് ഇൻഹിബിറ്റിംഗ് ആൻ ഏരിയ. ഒരു ഏരിയയിൽ താമസിക്കുന്ന പ്ലാന്റ് സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. And also depends on a variety of environmental factors, availability of nutrients and photosynthetic capacity of plants. അപ്പോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന പ്ലാന്റ് സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്യും, അവിടെയുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, അവിടെ എത്രത്തോളം ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് അവൈലബിൾ ആണ് എന്നുള്ള കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യും, പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി, അവർക്ക് എത്രത്തോളം പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു ക്ഷമത, അത് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസിന്തസിസ് എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റും പ്ലാന്റ്സിന്, ആ ഒരു കപ്പാസിറ്റി, ഇതിനെല്ലാം പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Therefore, it varies in different types of ecosystem. അതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം, പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാ ഇക്കോസിസ്റ്റത്തിലും ഒരുപോലെ ആയിരിക്കുമോ? അല്ല. ഇക്കോസിസ്റ്റത്തിനനുസരിച്ച് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ദാറ്റ് വേരീസ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം. ബിക്കോസ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ് സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ പ്ലാന്റിൻ്റെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവിടെ എത്രത്തോളം ന്യൂട്രിയൻ്റ് അവൈലബിൾ ആണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ പല ഫാക്ടറിനെ ഈ ഒരു പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്കോസിസ്റ്റം വേരി ചെയ്യുന്നതിനനുസരിച്ച് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും വേരി ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. The annual net primary productivity of the whole biosphere is approximately 170 billion tons per dry weight of the organic matter. അപ്പോൾ ഡ്രൈ വെയിറ്റ് വെച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ട് എങ്കിൽ ഓർഗാനിക് മാറ്റർ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു നമ്മുടെ ടോട്ടൽ ബയോസ്ഫിയർ എടുക്കുമ്പോൾ ആ ടോട്ടൽ ബയോസ്ഫിയറിൻ്റെ ആനുവൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എത്രയാണ്? 170 ബില്യൺ ടണ്ണാണ്. ഓക്കെ, അതൊന്നും കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ആനുവൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഹോൾ ബയോസ്ഫിയർ ഈസ് ഈക്വൽ ടു 170 ബില്യൺ ടൺസ് ഓഫ് ദ ഓർഗാനിക് മാറ്റർ. അതേസമയം നോക്കിക്ക് എന്താ പറയുന്നത്? 70% ഓഫ് ദ സർഫേസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓഷ്യൻസ് ആർ ഓൺലി 55 ബില്യൺ ടൺസ്. നോക്കിക്കേ, ഇവിടെ എന്താ പറയുന്നത്? ഓഫ് ദിസ് ഡെസ്പൈറ്റ് occupying about 70% of the surface, the productivity of the oceans are only 55 billion tons. അതായത് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏകദേശം 70% ഉള്ളത് എന്താണ്? അക്വാട്ടിക് എക്കോസിസ്റ്റം ആണ്, ദാറ്റ് ഈസ് ഓഷൻസ് ആണ്. എന്നിട്ടും ഈ ഓഷൻ്റെ കോൺട്രിബ്യൂഷൻ, ഈ പറഞ്ഞ ഹോൾ ബയോസ്ഫിയറിൽ ഓഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റിയുടെ അളവെന്ന് പറയുന്നത് വെറും 55 ബില്യൺ ടണ്ണാണ്.
മനസ്സിലാവുന്നുണ്ടോ എന്തോ? ടോട്ടൽ നമ്മുടെ ബയോസ്ഫിയറിൽ 170 ബില്യൺ ടണ്ണാണ് ഒരു വർഷം ആനുവലി ഉള്ള നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. 170 ബില്യൺ ടണ്ണാണ് ബയോസ്ഫിയറിന്റെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി പെർ ആനം. ഓക്കെ, അതായത് ഒരു വർഷത്തിലുള്ളത്. അതേസമയം ഈ 170 ബില്യൺ ടണ്ണിൽ നമ്മുടെ ഓഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന്റെ അല്ലെങ്കിൽ ആ പ്രൊഡക്ടിവിറ്റിയുടെ അളവ് എന്ന് പറയുന്നത് എത്ര മാത്രമാണ്? 55 ബില്യൺ ടണ്ണാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഭൂമിയുടെ 70% ആരാണ്? ഓഷനാണ്. അപ്പോൾ ഓഷനല്ലേ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എത്ര മാത്രമേ ഉള്ളൂ? 170-നകത്ത് 55 മാത്രമേ ഉള്ളൂ അല്ലേ? നോക്കുക, 170-ല് 55 മാത്രമേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത് ഇവിടെ ആര് ഈ പറയുന്ന ഓഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു അളവ് അല്ലേ, ഓർഗാനിക് മാറ്ററിന്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വന്നേ? ഏറ്റവും കൂടുതൽ ഓഷനാണുള്ളത്, എന്നിട്ടും ഓഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗാനിക് മാറ്റർ അല്ലെ പ്രൊഡക്റ്റ്, ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നില്ല, പ്രൊഡക്ടിവിറ്റിയുടെ അളവെന്ന് പറയുന്നത് കുറവാണ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. ഡിസ്കസ് ദ മെയിൻ റീസൺ ഫോർ ലോ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓഷൻ വിത്ത് യുവർ ടീച്ചർ. എന്തുകൊണ്ടാണെന്നുള്ള കാരണം സിമ്പിൾ റീസൺ ആണ്, നിങ്ങൾക്ക് തന്നെ പറയാം. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം സോളാർ ഇൻപുട്ട് അല്ലെങ്കിൽ സോളാർ ഇൻപുട്ട് എന്ന് പറയുന്നില്ല, സോളാർ എനർജി എവിടേക്ക് എത്തിച്ചേരുന്നില്ല, ഓഷനിലേക്ക് എത്തില്ല. കാരണം താഴേക്ക് ഓഷൻ അത്രത്തോളം ആഴമുണ്ട്. അപ്പോൾ ആഴം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നില്ല, ഈ പറയുന്ന അക്വാട്ടിക് ഓർഗാനിസംസിന് എന്ത് കിട്ടുന്നില്ല, സോളാർ എനർജി കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സോളാർ എനർജി അത്രത്തോളം കുറവാണ്, പിന്നെ ആഴം കൂടുതലാണ്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട് ഓഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പ്രൊഡക്ടിവിറ്റി അതിനനുസരിച്ച് കുറയത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ ലാൻഡിൽ പ്ലാന്റ്സിന് ഡയറക്റ്റ് എന്ത് കിട്ടും, സോളാർ ഇൻപുട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ പ്രൊഡക്ടിവിറ്റി കൂടുതലുമായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ റീസൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടോപ്പിക്കാണ് മക്കളെ ഡീകമ്പോസിഷനെ കുറിച്ച്. അപ്പോൾ എന്താണ് ഡീകമ്പോസിഷൻ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കേ, യു മേ ഹാവ് ഹേർഡ് ഓഫ് ദ എർത്ത് വർം ബീങ് റെഫേർഡ് ടു ആസ് ദ ഫാമേഴ്സ് ഫ്രണ്ട് അല്ലേ. നിങ്ങൾക്ക് മണ്ണിരയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നൊരു വേർഡ് ഓർമ്മ വരുന്നുണ്ടാവും, ഫാമേഴ്സ് ഫ്രണ്ട് അല്ലേ, കർഷകരുടെ മിത്രം എന്നല്ലേ നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ ഈ പറയുന്ന മണ്ണിരയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എർത്ത് വർം എന്ന് പറയുമ്പോൾ ഫാമേഴ്സ് ഫ്രണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? This is because they help in the breakdown of complex organic matter as well as in loosening of the soil. അപ്പോൾ നമുക്കറിയാം എർത്ത് വർമിനെ ഫാമേഴ്സ് ഫ്രണ്ട് എന്ന് നമ്മൾ വിളിക്കാനുള്ള കാരണം they help in the breakdown of complex organic matter അല്ലേ. അതായത് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ നമ്മുടെ മണ്ണിലുള്ളതിനെ അവരെന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും, വിഘടിപ്പിക്കും, കുട്ടി പീസുകളാക്കും. എന്നിട്ട് അത് മാത്രമാണോ, നമ്മുടെ സോയിലിനെ അവരെന്ത് ചെയ്യും? ലൂസൻ ചെയ്ത് കൊടുക്കും അല്ലേ. അതായത് കൊച്ചു സ്പേസസ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എയറേഷൻ നന്നായിട്ട് സോയിലിൽ നടക്കുകയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ലൂസനിങ്, സോയിൽ ലൂസാക്കി കൊടുക്കും. അതോടൊപ്പം തന്നെ എന്താ ചെയ്യുന്നത്? കോംപ്ലെക്സ് ഓർഗാനിക് മാറ്ററിനെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കും ഈ എർത്ത് വർം. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഫാമേഴ്സ് ഫ്രണ്ട് എന്ന് ആരെ വിളിക്കുന്നത്? ഈ പറയുന്ന എർത്ത് വർമിനെ വിളിക്കുന്നത്. Similarly, അതുപോലെ തന്നെ decomposers break down complex organic matter into inorganic substances like carbon dioxide, water, nutrients, and the process is called as decomposition. അപ്പോൾ എർത്ത് വർം എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ആരുടെ വർക്കിങ്ങും? ഡീകമ്പോസേഴ്സിന്റെ വർക്കിങ്ങും. ഓക്കെ, അപ്പോൾ ഡീകമ്പോസേഴ്സ് എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഡൗൺ കോംപ്ലെക്സ് ഓർഗാനിക് മാറ്റർ ഇൻടു ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ന്യൂട്രിയൻസ്. അതായത് ഡീകമ്പോസേഴ്സും എർത്ത് വർമിനെ പോലെ തന്നെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ വിഘടിപ്പിച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ ആയിട്ടുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയ കാർബൺ ഡയോക്സൈഡും വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ ആക്കി മാറ്റും. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് ഡീകമ്പോസിഷൻ്റെ ഡെഫിനിഷനാണ്. വാട്ട് ഈസ് ഡീകമ്പോസിഷൻ? അപ്പോൾ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഡീകമ്പോസേഴ്സ് എന്ത് പറയും? കോംപ്ലെക്സ് ഓർഗാനിക് മാറ്ററിനെ സിമ്പിൾ ഇനോർഗാനിക് മാറ്റർ ആയിട്ട് മാറ്റുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത പോയിന്റ് എന്താ? ഡെഡ് പ്ലാന്റ് റിമൈൻസ് സച്ച് ആസ് ലീവ്സ്, ബാർക്ക്, flowers and dead remains of animals including fecal matter constitute detritus which is the raw material for decomposition. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡീകമ്പോസിഷന് ഹേതുവാകുന്ന വസ്തു അല്ലെങ്കിൽ ഡീകമ്പോസിഷന് വിധേയമാകുന്ന വസ്തു, അതിനെയാണ് നമ്മൾ ഡിട്രിറ്റസ് എന്ന് വിളിക്കുക. ഓക്കെ, വാട്ട് ഈസ് ഡിട്രിറ്റസ്? ഡിട്രിറ്റസ് എന്താണ്? റോ മെറ്റീരിയൽ ഫോർ ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷന് വേണ്ടിയിട്ടുള്ള എന്താണ് ഈ റോ മെറ്റീരിയൽ ഫോർ ഡീകമ്പോസിഷൻ. ഓക്കെ, അതങ്ങനെ തന്നെ എഴുതാം. റോ മെറ്റീരിയൽ ഫോർ ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡിട്രിറ്റസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നോക്കി എന്താണ് ഡിട്രിറ്റസ് റോ മെറ്റീരിയൽ ഫോർ ഡീകമ്പോസിഷൻ, അതെന്താണ് നിങ്ങൾക്ക് അറിയണ്ടേ. ഡെഡ് പ്ലാന്റ് റിമെയിൻസ്, അതായത് ഒരു ചത്ത ഒരു പ്ലാന്റ്, അല്ലെങ്കിൽ ജീവനില്ലാത്ത, ചത്ത എന്ന് പറയുന്നില്ല, ജീവനില്ലാത്ത, അതാണ് കുറച്ചുകൂടെ നല്ലൊരു പ്രോപ്പർ വേർഡ് അല്ലേ. അപ്പോൾ ജീവനില്ലാത്ത ഒരു പ്ലാന്റിൻ്റെ എന്താണ് റിമെയിൻസ്, ഫോർ എക്സാമ്പിൾ ലീവ്സ്, ദാറ്റ് ഈസ് ഇലകൾ, ബാർക്ക്, അതിൻ്റെ പുറം തൊലി, അല്ലെങ്കിൽ പുറം ചട്ട, അല്ലെങ്കിൽ ആ ഒരു ബാർക്ക് വരുന്നത്, പിന്നെന്താ ഫ്ലവേഴ്സ്, കുഴിഞ്ഞ എന്താണ് പൂക്കൾ, പിന്നെന്താ പറയുക ആനിമൽസിൻ്റെ പാർട്ട്, ഓക്കെ, ഡെഡ് ആനിമൽസ്, ജീവനില്ലാത്ത ആനിമൽസ്, അതോടൊപ്പം തന്നെ അവരുടെ ആനിമൽസിൻ്റെ തന്നെ ഫിക്കൽ മാറ്റർ, അവരുടെ ബോഡിയിലെ എക്സ്ക്രീറ്റ തുടങ്ങിയവയെല്ലാം നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് മക്കളെ, ഡിട്രിറ്റസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവാണോ ഡീകമ്പോസിഷന് വിധേയമാകുന്നത്, അത് എക്സാമ്പിൾസ് എല്ലാം ഞാനിപ്പോൾ പറഞ്ഞു, അവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡിട്രിറ്റസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താ, ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, നോക്കിക്കേ, ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് in the process of decomposition are fragmentation, leaching, catabolism, humification and mineralization. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിവിടെ റെപ്രസെൻ്റ് ചെയ്യാം. സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ, ഡീകമ്പോസിഷനകത്ത് വരുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഡീകമ്പോസിഷൻ എന്ന പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഏതൊക്കെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ, പിന്നെ ഏതാ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, ആൻഡ് ഏതാ ഉള്ളത്, മിനറലൈസേഷൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഓക്കെ, ഡീകമ്പോസിഷനുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകളാണ് ഇവയെല്ലാം. ഇനി ഇത് ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നോക്കിക്കേ, എന്താ പറയുന്നത്, ഡിട്രിറ്റിവോർസ്, ദ എക്സാമ്പിൾ എർത്ത് വർം, ബ്രേക്ക് ഡൗൺ ഡിട്രിറ്റസ് ഇൻടു സ്മോളർ പാർട്ടിക്കിൾസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫ്രാഗ്മെന്റേഷൻ? അപ്പോൾ നമുക്കറിയാം റോ മെറ്റീരിയൽ ഫോർ ഡീകമ്പോസിഷൻ ഈസ് കോൾഡ് ആസ് ഡിട്രിറ്റസ് അല്ലേ. ഡീകമ്പോസിഷന് വിധേയമാകുന്ന വസ്തുവാണ് ഡിട്രിറ്റസ് എന്ന് പറയുന്നത്. ഈ ഡിട്രിറ്റസിനെ ആരാണോ ഡീകമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരെയാണ് നമ്മൾ ഡിട്രിറ്റിവോറുകൾ എന്ന് വിളിക്കാം. ഇവിടെ ഡിട്രിറ്റിവോറിന് എക്സാമ്പിൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്ത് വർം ആണ് കേട്ടോ. അപ്പോൾ ഡിട്രിറ്റിവോർ വന്നിട്ട് ഈ ഡിട്രിറ്റസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുഞ്ഞു പീസസ് അല്ലെങ്കിൽ കുട്ടി പീസസ് ആയിട്ട് മാറ്റും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക, ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പഠിക്കുകയാണ് കേട്ടോ ഡീകമ്പോസിഷൻ്റെ. ഫ്രാഗ്മെന്റേഷൻ എന്നാൽ എന്താന്ന് നോക്കിക്കേ, എർത്ത് വർമുകൾ പോലെയുള്ള ഡിട്രിറ്റസിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഫ്രാഗ്മെന്റേഷൻ കഴിഞ്ഞു, കുഞ്ഞു പീസസ് ആയിട്ട് ഇപ്പോൾ ഡിട്രിറ്റസ് മാറിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് നോക്കുക, ബൈ ദ പ്രോസസ് ഓഫ് ലീച്ചിങ് water soluble inorganic nutrients go down into the soil horizon and get precipitated as unavailable salt. ഇനി എന്താ ലീച്ചിങ്ങിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞു പീസസ് ആയിട്ട് മാറിയില്ലേ നമ്മുടെ ഡിട്രിറ്റസ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൽ ലയിക്കുന്ന വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഇനോർഗാനിക് ന്യൂട്രിയൻസ് മണ്ണിലടിയിലേക്ക് പോവുകയും അതെന്തായിട്ട് മാറും, അൺഅവൈലബിൾ ആയിട്ടുള്ള സോൾട്ട് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുക, ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലീച്ചിങ് എന്താണ്, വാട്ടർ സോലുബിൾ ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഗോ ഡൗൺ ഇൻ ടു ദ സോയിൽ ഹൊറൈസൺ ആൻഡ് ഗെറ്റ് പ്രസിപ്പിറ്റേറ്റഡ് ആസ് അൺഅവൈലബിൾ സോൾട്ട്സ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ്, ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് ഡീഗ്രേഡ് ഡിട്രിറ്റസ് into simpler inorganic substances. This process is called catabolism. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള കാറ്റബോളിസം, മൂന്നാമത്തെ വെച്ചാൽ ഞാൻ ഓർഡറിലങ്ങ് പറയുന്നുള്ളൂ കേട്ടോ, ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏതാ, ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആ ഒരു നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഓർഡറിലങ്ങ് സംസാരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നോക്കിയേ, ഇനി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്ടീരിയയും ഫംഗസും ഒക്കെ എവിടെ ഉണ്ടാവും, ഈ സോയിൽ ഉണ്ടാവില്ലേ. അപ്പോൾ ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും എൻസൈംസ് ഈ ഡിട്രിറ്റസിനെ കുറച്ചുകൂടെ ചെറുതാക്കാം, ഡിഗ്രേഡ് ചെയ്യും, നശിപ്പിക്കും, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ചിന്തിച്ചാലും മതി. ഡിഗ്രേഡ് ചെയ്യുന്നു, എന്നിട്ട് വളരെ ചെറിയ ഇനോർഗാനിക് സബ്സ്റ്റൻസുകളാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഡിട്രിറ്റസിനെ ഏറ്റവും ചെറിയ ഇനോർഗാനിക് സബ്സ്റ്റൻസുകളായിട്ട് ഫംഗസും അതോടൊപ്പം തന്നെ ബാക്ടീരിയയും മാറ്റും. എന്തിൻ്റെ സഹായത്തോടു കൂടി, ഫംഗസിൻ്റെയും ബാക്ടീരിയയുടെയും കയ്യിലുള്ള എൻസൈംസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫംഗസിൻ്റെയും ബാക്ടീരിയയുടെയും എൻസൈംസ് ഡിട്രിറ്റസിനെ ഡിഗ്രേഡ് ചെയ്ത് വളരെ സിംപ്ലർ ആയിട്ടുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസുകളായിട്ട് മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാറ്റബോളിസം എന്ന് പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ കാറ്റബോളിസം സംഭവിച്ചു അല്ലേ, സ്റ്റെപ്പ് നടന്നു.
It is important to note that all the above steps in decomposition operate simultaneously on the detritus. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ ഇത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഓൾ ദി അബോവ് സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ, അതായത് ഡീകമ്പോസിഷനിൽ നമ്മൾ പറഞ്ഞ എല്ലാ സ്റ്റെപ്പ്, അതായത് മുകളിൽ പറഞ്ഞ സ്റ്റെപ്പുകൾ ഏതൊക്കെയാടാ? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്ങും കാറ്റബോളിസം ഓപ്പറേറ്റ് സൈമൾട്ടേനിയസ്ലി ഓൺ ദ ഡിറ്റിറ്റസ്. അതായത് ഈ പറഞ്ഞ മൂന്നെണ്ണം ഒരേപോലെ എവിടെ നടക്കുന്നു? ഡിറ്റിറ്റസിൽ നടക്കുന്ന സ്റ്റെപ്പാണ്. സൈമൾട്ടേനിയസ്ലി, അതായത് ഒരേ സമയം എവിടെ നടക്കും? ഡിറ്റിറ്റസിൽ നടക്കുന്ന സ്റ്റെപ്പുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം. എന്നാൽ അടുത്ത രണ്ട് സ്റ്റെപ്പുകളില്ലേ ഏതൊക്കെ? ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ ഒക്കെ ഡ്യൂറിങ് ദ ഡീകമ്പോസിഷൻ ഓഫ് ദ സോയിൽ. അതേസമയം ഹ്യൂമിഫിക്കേഷനും മിനറലൈസേഷനും മണ്ണിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, മണ്ണിൽ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഹ്യൂമിഫിക്കേഷനും മിനറലൈസേഷനും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇവയെല്ലാം ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്പുകളാണ്. ഡിട്രിറ്റസിൽ നടക്കുന്ന 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്ങും കാറ്റബോളിസം ആണ്. കാറ്റബോളിസം കഴിയുമ്പോഴത്തേനും ഡിട്രിറ്റസ് മാക്സിമം ഏതിലോട്ട് മാറി? ഇനോർഗാനിക് സബ്സ്റ്റൻസിലേക്ക് മാറിയില്ലേ? അപ്പോൾ മണ്ണിനോട് ചേർന്നു, മണ്ണിനോടായി മാറി. ഇപ്പം മണ്ണിലെത്തിയവരല്ലേ, മാക്സിമം സിംപ്ലിഫൈ ചെയ്തു. ഇനി മണ്ണിൽ വെച്ച് നടക്കുന്ന ഡീകമ്പോസിഷൻ്റെ ബാക്കി 2 സ്റ്റെപ്പുകളാണ് ഏതൊക്കെ? ഹ്യൂമിഫിക്കേഷനും മിനറലൈസേഷൻ. അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ മക്കളെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഡിറ്റിറ്റസ് ഉണ്ട്, ഒരു റോ മെറ്റീരിയൽ ഉണ്ട്. ആ റോ മെറ്റീരിയൽ മാക്സിമം മണ്ണിനോട് നമ്മൾ ചേർക്കാൻ പോവാണ് അല്ലേ? അപ്പോൾ ആ ഡിറ്റിറ്റസ് മാക്സിമം സിംപ്ലിഫൈ ചെയ്യുന്നത് ആദ്യത്തെ 3 സ്റ്റെപ്പ് ഏതൊക്കെയായിരുന്നു? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം. അത് സൈമൾട്ടേനിയസ്ലി ഒരേ സമയം നടക്കുകയാണ്. എന്നിട്ട് ഇനി മണ്ണിൽ വെച്ച് നടക്കുന്നതാണ് ഈ ബാക്കി 2 എണ്ണം ഏതൊക്കെ? ഹ്യൂമിഫിക്കേഷനും മിനറലൈസേഷനും. അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്, ശ്രദ്ധിക്കാതെ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഓൾ ദി അബോവ് സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ ഓപ്പറേറ്റ് സൈമൾട്ടേനിയസ്ലി ഓൺ ദ ഡിറ്റിറ്റസ്. ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ ഒക്കർ ഡ്യൂറിങ് ഡീകമ്പോസിഷൻ ഇൻ ദ സോയിൽ. ക്ലിയർ ആണോ? അടുത്ത് നോക്കിക്കേ, ഹ്യൂമിഫിക്കേഷനെ കുറിച്ച് പറയാണ്. ഹ്യൂമിഫിക്കേഷൻ leads to accumulation of a dark colored amorphous substance called humus. ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തിന് കാരണമാകുമെന്ന പറയുന്നത്? ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, ഒരു അമോർഫസ് സബ്സ്റ്റൻസ് ആയ ഹ്യൂമസിന്റെ അക്യൂമുലേഷന് കാരണമാകും. ഓക്കെ, ആൻഡ് ദിസ് ഹ്യൂമസ് ഈസ് ഹൈലി റെസിസ്റ്റൻസ് ടു മൈക്രോബിയൽ ആക്ഷൻ ആൻഡ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ അറ്റ് ആൻ എക്സ്ട്രീംലി സ്ലോ റേറ്റ്. അപ്പോൾ ഇപ്പോൾ ഫോം ചെയ്തു ഹ്യൂമിഫിക്കേഷൻ, ദാറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ഹ്യൂമസ്, dark colored amorphous substance that is called as humus, and this humus is highly resistant to the microbial action. അത് ഇപ്പോൾ ഉണ്ടായ ഹ്യൂമസിന് എന്ന് പറയുന്നത് മൈക്രോബിയൽ ആക്ഷനോട് വളരെയധികം റെസിസ്റ്റ് ചെയ്യുന്ന, എതിർക്കുന്ന ഒരാളാണ് ഈ ഹ്യൂമസ് എന്ന് പറഞ്ഞ ആ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീകമ്പോസിഷൻ ഇനി നടക്കുക എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കില്ല, വളരെ പതുക്കെ ഇനി ഹ്യൂമസിൻ്റെ ഡീകമ്പോസിഷൻ ഇനി നടക്കത്തുള്ളൂ. ഓക്കെ, ബീങ് കൊളോയിഡൽ ഇൻ നേച്ചർ, കൊളോയിഡൽ നേച്ചർ ആണ് ആർക്കുള്ളത്? ഈ ഒരു ഹ്യൂമസിനുള്ളത്. കൊളോയിഡൽ നേച്ചർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് സെർവ്സ് ആസ് എ റിസർവോയർ ഓഫ് ന്യൂട്രിയൻസ്. ധാരാളം ന്യൂട്രിയൻസ് ഇതിനകത്ത് ഉണ്ടാവും. ഒരു ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഫോം ചെയ്ത് ഹ്യൂമിഫിക്കേഷൻ്റെ ഫലമായിട്ട് ഫോം ചെയ്ത ഹ്യൂമസ് എന്ന് പറയുന്നത്. The humus is further degraded by some microbes and the release of inorganic nutrients occur by the process known as mineralization. ഇനി കുറച്ച് മൈക്രോബ്സ് വന്നേച്ചു, ഇനി ഹ്യൂമസിനെ കുറച്ചുകൂടെ ഡീഗ്രേഡ് ചെയ്ത് ഇനോർഗാനിക് ന്യൂട്രിയൻസ് അതിൽ നിന്നും വേർതിരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മിനറലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ചില മൈക്രോബ്സ് വന്നേച്ച് ഹ്യൂമസിനെ ഇനിയും ഡീഗ്രേഡ് ചെയ്ത് ഇനോർഗാനിക് ന്യൂട്രിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മിനറലൈസേഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഡീകമ്പോസിഷനിലെ എല്ലാ സ്റ്റെപ്പും ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത പോയിന്റ് എന്താ പറയുന്നത് നോക്കിക്കേ. ഡീകമ്പോസിഷൻ ഈസ് ലാർജ്ലി ആൻ ഓക്സിജൻ റിക്വയറിംഗ് പ്രോസസ്. മക്കളെ, ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നോക്കിക്കേ, ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ധാരാളം ഓക്സിജൻ ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഓക്സിജൻ റിക്വയറിംഗ് പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്? ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. The rate of decomposition is controlled by chemical composition of the detritus and climatic factors. ഒരു ഡീകമ്പോസിഷൻ്റെ വേഗത നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ക്ലൈമാറ്റിക് ഫാക്ടറാണ്, അതോടൊപ്പം തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഡിറ്റിറ്റസിനകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിൻ്റെ കോമ്പോസിഷനുമാണ്. അപ്പോൾ നോക്കിക്കേ, റേറ്റ് ഓഫ് ഡീകമ്പോസിഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഡിറ്റിറ്റസും ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും ആണ്. അടുത്ത പോയിന്റ് നോക്കുക. ഇൻ എ പെർട്ടിക്കുലർ ക്ലൈമാറ്റിക് കണ്ടീഷൻ, ഒരു പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ദ ഡീകമ്പോസിഷൻ റേറ്റ് ഇസ് സ്ലോവർ. അതായത് ഒരു പെർട്ടിക്കുലർ ക്ലൈമറ്റ് പറയുന്നു, അതിൽ ഡീകമ്പോസിഷൻ്റെ റേറ്റ് ഞാൻ നോക്കിയപ്പോൾ എന്താ, വളരെ പതുക്കെ ഡീകമ്പോസിഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഡിറ്റിറ്റസിനകത്തുള്ള കെമിക്കൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് വളരെ സ്ലോവറായിട്ട് ആ ഒരു ഡീകമ്പോസിഷൻ നടക്കുന്നത്. അതെന്താണ് കാരണം എന്നിവിടെ പറയുന്നുണ്ട്. ഇഫ് ദ ഡിറ്റിറ്റസ് ഈസ് റിച്ച് ഇൻ ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ, അതായത്
ഒരു ഡിട്രിറ്റസിനകത്ത് ലിഗ്നിനും കൈറ്റിനും അടങ്ങിയിട്ടുണ്ട് എങ്കിൽ, ഇഫ് ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ ആർ പ്രസന്റ്, ഓക്കെ, ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ ആർ പ്രസന്റ്, ഡീകമ്പോസിഷൻ എങ്ങനെയാണെന്നാ പറയുന്നത്? ഡീകമ്പോസിഷൻ റേറ്റ് ഇസ് സ്ലോവർ. അതായത് ഡീകമ്പോസിഷൻ്റെ റേറ്റ് വളരെയധികം പതുക്കെയായിരിക്കും. കാരണം ആ ഡിട്രിറ്റസിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? ലിഗ്നിനും കൈറ്റിനും അടങ്ങിയിട്ടുണ്ട്. അടുത്ത പോയിന്റ് എന്താ പറയുന്നതെന്ന് നോക്കുക. അടുത്ത പോയിന്റ് നോക്കിക്കേ, it is quicker if the detritus is rich in nitrogen and water soluble substances like sugars. അതായത് ഈ പറയുന്ന ഡിട്രിറ്റസിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിലാണ്? നൈട്രജൻ ആൻഡ് വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസസ്, ജലത്തിൽ ലയിക്കുന്ന സബ്സ്റ്റൻസസുകളും അടങ്ങിയിട്ടുണ്ടെങ്കിൽ, വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസസ് ആർ പ്രസന്റ്, എന്ത് സംഭവിക്കും? ഡീകമ്പോസിഷൻ റേറ്റ് ഈസ് ഫോസ്റ്റർ. ഓക്കെ, ഡീകമ്പോസിഷൻ റേറ്റ് എങ്ങനെയായിരിക്കും? വളരെ പെട്ടെന്ന് നടക്കും. ഡീകമ്പോസിഷൻ റേറ്റ് ഈസ് ക്വിക്കർ. ഓക്കെ, അത് വളരെയധികം ക്വിക്കായിട്ട് വളരെ പെട്ടെന്ന് നടക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റാണ്. ഡീകമ്പോസിഷൻ ക്വിക്കർ ആകാനുള്ള കാരണം അത് പഠിച്ചു വെച്ചേക്കാം. അതോടൊപ്പം തന്നെ ഡീകമ്പോസിഷൻ സ്ലോവർ ആകാനുള്ള കാരണവും പഠിക്കണം. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത് നോക്കിയേ. നെക്സ്റ്റ് പോയിന്റ്, ടെമ്പറേച്ചർ ആൻഡ് സോയിൽ മോയ്സ്ചർ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലൈമാറ്റിക് ഫാക്ടർ. ടെമ്പറേച്ചറും സോയിൽ മോയ്സ്ചർ. മക്കളെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഡീകമ്പോസിഷനുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഒന്നെന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? കെമിക്കൽ കമ്പോസിഷനെ കുറിച്ചിട്ടായിരുന്നു ഒന്നാമത്തെ കേസ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഒന്നാമത്തത് കെമിക്കൽ composition of the detritus. Okay, composition of detritus. അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇനി എന്താ പറയുന്നത് നോക്കിയേ. രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ കാര്യം ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ മക്കളെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിനെ കുറിച്ചാണല്ലേ. അപ്പോൾ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയണം. അപ്പോൾ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിനെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കി. ടെമ്പറേച്ചർ ആൻഡ് സോയിൽ മോയ്സ്ചർ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ദാറ്റ് റെഗുലേറ്റ് ദ ഡീകമ്പോസിഷൻ ത്രൂ ദെയർ ഇഫക്ട്സ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് സോയിൽ മൈക്രോബ്സ് അല്ലേ. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താ? ടെമ്പറേച്ചറും സോയിൽ മോയ്സ്ചറുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്തേക്കാം. നോക്കിക്കേ, എന്തൊക്കെയാണ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിനകത്ത് നമുക്ക് വരേണ്ടത്? ഏതൊക്കെയാണ്? ടെമ്പറേച്ചറും അതോടൊപ്പം തന്നെ ഏതാ മക്കളെ? സോയിൽ മോയ്സ്ചർ. അപ്പോൾ ടെമ്പറേച്ചറും സോയിൽ മോയ്സ്ചറും ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത് നോക്കി. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വാം ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെന്റ് ഫേവർ ഡീകമ്പോസിഷൻ, whereas low temperature and anaerobiosis inhibit decomposition, resulting in building up of organic materials. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിക്കേ. വാം ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെന്റ്. നനവുള്ള അതോടൊപ്പം തന്നെ ചൂടുള്ള അല്ലെ മോയിസ്റ്റ് എൻവയോൺമെന്റ് എന്തിന് കാരണമാകുമെന്നാ പറയുന്നത്? ഡീകമ്പോസിഷന് അനുകൂലമായ സാഹചര്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഫേവർ ഡീകമ്പോസിഷൻ അല്ലേ. ഡീകമ്പോസിഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതേസമയം ലോ ടെമ്പറേച്ചർ, ഓക്കെ, ടെമ്പറേച്ചർ കുറവ്, ലോ ടെമ്പറേച്ചറും അതോടൊപ്പം തന്നെ അനേറോബയോസിസും. അതെന്ത് ഈ അനേറോബയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇല്ലാത്ത അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയാണല്ലേ. അപ്പോൾ അനേറോബയോസിസും ലോ ടെമ്പറേച്ചറും എന്താ ചെയ്യാം മക്കളെ? ഇറ്റ് ഇൻഹിബിറ്റ് ഡീകമ്പോസിഷനെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ടോപ്പിക് ഇത്രയും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് വരച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം? പഠിക്കുകയും വേണം. ക്ലിയർ അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കിക്കേ. ഇനി നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഡീകമ്പോസിഷൻ സൈക്കിൾ, ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൽ നടക്കുന്ന ഡീകമ്പോസിഷൻ സൈക്കിളിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയേക്കാം. ഒരു ട്രീ വളരുന്ന ഒരു ട്രീ ആണ്. അപ്പോൾ ആ ട്രീയുടെ ഇല എന്ത് ചെയ്തിട്ടുണ്ട്? മണ്ണിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വീണിട്ടുണ്ട്.
എന്നിട്ട് എന്താ പറ്റുക, സം ആർ ഈറ്റൺ ബൈ ദ ഇൻസെക്ട്സ് ആൻഡ് അതർ ആനിമൽസ്. അപ്പോൾ അത് ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, ചില ഇൻസെക്ട്സും ബാക്കിയുള്ളവരും ഒക്കെ കഴിച്ചിട്ടുണ്ടാകും, ആനിമൽസും ഒക്കെ കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് ഫുഡ് ചെയിനിലെ ഫുഡ് വെബിലേക്ക് എനർജി സൈക്കിളിലേക്ക് അത് കയറി എന്ന് നമുക്ക് പറയാം. ഇനി എന്താ സംഭവിച്ചേക്കുന്നത് നോക്കി, ഈ പറഞ്ഞ മണ്ണിൽ വീണ ആ ഒരു ഇല, അതിനകത്തുള്ള ന്യൂട്രിയൻസ് ചിലപ്പോൾ എന്ത് ചെയ്ത് പോയി കാണും, ബ്ലീച്ചിങ്ങിന്റെ ഫലമായിട്ട് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടന്ന് ബ്ലീച്ചിങ്ങിന്റെ ഫലമായിട്ട് മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ പറയുന്നുണ്ട് ലീവ്സ് പാർഷ്യലി കൺസ്യൂംഡ് ഡീകമ്പോസസ് സച്ച് എസ് ഫംഗി ആൻഡ് ബാക്ടീരിയ. ചിലപ്പോൾ ലീവ്സിനെ ആര് കൺസ്യൂം ചെയ്തിട്ടുണ്ടാകും, പാർഷ്യലി ഈ പറയുന്ന ഫംഗസും ബാക്ടീരിയ ഒക്കെ കൺസ്യൂം ചെയ്തിട്ട് അതൊരു ലൂസ് ഫോമിൽ ആയി മാറി മണ്ണിൽ ഒരു ലിറ്റർ എന്ന രീതിയിൽ, ഒരു മൃതാവശിഷ്ടം എന്ന രീതിയിൽ എവിടെ കിടന്നിട്ടുണ്ടാകും, മണ്ണിലേക്ക് അത് വീണിട്ടുണ്ടാവും. പിന്നെന്താ ബാക്കിയുള്ള അതിൻ്റെ ഫർദർ ഡീകമ്പോസിഷൻ ഈ പറയുന്ന പോലെ എർത്തോമും ബാക്ടീരിയയും മണ്ണിലുള്ള ബാക്കി ജീവികളും ഒക്കെ അത് ചെയ്ത് ഇത് മണ്ണിനോട് ഒരു ഓർഗാനിക് മാറ്റർ എന്ന രീതിയിൽ അതിനെ മാറ്റിയിട്ടുണ്ട്. ഈ മണ്ണിൽ ചേർന്ന ഈ ഓർഗാനിക് മാറ്ററിനെ ആര് വലിച്ചെടുത്തിട്ടുണ്ടാവും, ഈ പറയുന്ന സസ്യങ്ങൾ പിന്നെയും വലിച്ചെടുക്കും. അപ്പോൾ ഈ പറയുന്ന ഡീകമ്പോസിഷൻ കൃത്യമാർന്ന രീതിയിൽ നടക്കുകയും അത് പിന്നെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സൈക്കിൾ എന്ന രീതിയിൽ ഇങ്ങനെ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഫിഗറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡീകമ്പോസിഷൻ സൈക്കിൾ ഇൻ എ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പണൻസ് ഓഫ് എക്കോസിസ്റ്റം ഏകദേശം ഒരു 4 ഉണ്ട്. അതിൽ 2 ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ്, പ്രൊഡക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ ഡീകമ്പോസിഷൻ. മക്കളെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എനർജി ഫ്ലോയെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് എനർജി ഫ്ലോ എന്ന കോൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റിന്റെ പേരെന്താ, എനർജി ഫ്ലോ. നോക്കിക്കേ, എക്സെപ്റ്റ് ഫോർ ദ ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റം, സൺ ഇസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ ഇക്കോസിസ്റ്റം ഓൺ എർത്ത്. അതായത് നമുക്കറിയാം, ഏതൊരു ഇക്കോസിസ്റ്റം എടുത്താലും അതിൻ്റെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ സണ്ണാണ് അല്ലേ. പക്ഷേ ഒരു ഇക്കോസിസ്റ്റം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇക്കോസിസ്റ്റത്തിൻ്റെയും സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നതാണ് സൺ. അപ്പോൾ ഒരാളെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലേ, അത് ഏത് ഇക്കോസിസ്റ്റം ആണെന്നുള്ളതാണ് ആദ്യത്തെ സെൻറ്റൻസിൽ തന്നേക്കുന്നത്. അതേതാണ്, ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം. ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇക്കോസിസ്റ്റത്തിൻ്റെയും എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സണ്ണാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, മിസ്സേ ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റത്തിനകത്ത് എന്താ സംഭവിക്കുക, അവിടുത്തെ എനർജി സോഴ്സ് എന്താണ്? അവിടെ കീമോസിന്തസിസ് ഒക്കെ ആട്ടോ നടക്കുക, അതാണ് അവിടുത്തെ എനർജി സോഴ്സ് ആയിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി നോക്കാം. ഓഫ് ദി ഇൻസിഡന്റ് സോളാർ റേഡിയേഷൻ, ലെസ് ദാൻ 50% ഓഫ് ഇറ്റ് ഈസ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. അതായത് ഈ പറയുന്ന സോളാർ റേഡിയേഷൻ ഭൂമിയിൽ പതിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ആ പതിക്കുന്ന ഇൻസ്റ്റൻറ്റ് സോളാർ റേഡിയേഷനിൽ 50% താഴെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു 50% താഴെ എത്തുന്ന, അതായത് പതിക്കുന്ന സോളാർ റേഡിയേഷൻ പതിക്കുന്നുണ്ട്, അതിൽ 50% താഴെ മാത്രമാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആയിട്ടുള്ളത്. ഓക്കെ, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ, ഇൻസിഡൻറ്റ് സോളാർ റേഡിയേഷൻ എത്ര ശതമാനമാണ്? ലെസ് ദാൻ 50% ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിന്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? വി നോ ദാറ്റ് പ്ലാന്റ്സ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആർ ഓട്ടോട്രോഫ്സ് അല്ലേ. പ്ലാന്റ്സും ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എന്താ മക്കളെ? ഓട്ടോട്രോഫ്സ് ആണ് അല്ലേ. കാരണം അവർക്ക് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട്. ദേ ഫിക്സ് സൺസ് റേഡിയന്റ് എനർജി ടു മേക്ക് ഫുഡ് ഫ്രം സിമ്പിൾ ഇനോർഗാനിക് മെറ്റീരിയൽസ്. അപ്പോൾ ഈ പറയുന്ന പ്ലാന്റ്സ് ആയാലും ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകളായാലും അവരെന്താ ചെയ്യണത്? സൂര്യപ്രകാശം ഫിക്സ് ചെയ്ത് അവരതിനെ എന്താക്കി മാറ്റുകയാണ്? ഫുഡായിട്ട് മാറ്റുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കുക? ഓട്ടോട്രോഫുകൾ എന്ന് വിളിക്കുക. പ്ലാന്റ്സ് ക്യാപ്ചർ only 2 to 10% of the PAR and this small amount of energy sustains the entire living world. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇൻസ്റ്റന്റ് റേഡിയേഷനിൽ ഏകദേശം 50% താഴെ മാത്രമാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ഈ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷനിൽ പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത് ഏകദേശം 2 to 10% മാത്രമാണ്. ഓക്കെ, അപ്പോൾ 2 to 10% PAR ആണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണത്. So it is very important to know how the solar energy captured by the plants flows through the different organisms of an ecosystem. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിൽ നിന്നും ഉണ്ടാക്കുന്ന എനർജി തൊട്ടടുത്ത ട്രോഫിക് ലെവലിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത ഓർഗാനിസത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് കൈമാറപ്പെടുന്നുണ്ട്. അപ്പോൾ എനർജി ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓൾ ഓർഗാനിസംസ് ആർ ഡിപ്പെൻഡ് ഫോർ ദെയർ ഫുഡ് ഓൺ ദ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. എല്ലാ ഓർഗാനിസംസും
പ്രൊഡ്യൂസേഴ്സിനെ എന്തിനു വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മക്കളെ? ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ ബാക്കിയുള്ള ഓർഗാനിസംസ് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. So you find unidirectional flow of energy from the sun to producers and then to consumers. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്നുമുള്ള റേഡിയേഷൻ, സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ ആർക്ക് ലഭിച്ചു? പ്ലാന്റ്സിന് ലഭിച്ചു, അല്ലെങ്കിൽ പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്തു. ഈ പ്ലാന്റ്സിൽ നിന്നും അത് എന്ത് ചെയ്യാണ്? പ്ലാന്റ്സ് ഉദ്ദേശിക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് വാങ്ങിച്ചു. ഈ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും ആ ഒരു എന്താണ് ഫുഡ് ആര് വാങ്ങിച്ചു? കൺസ്യൂമേഴ്സ് വാങ്ങിച്ചു. എനർജി കൺസ്യൂമേഴ്സിന് കിട്ടി. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് മനസ്സിലായി? ഇറ്റ് ഈസ് യൂണിഡയറക്ഷണൽ അല്ലേ? ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത് ഒരൊറ്റ ഡയറക്ഷനല്ലേ ഉള്ളൂ, യൂണിഡയറക്ഷനിലാണ്. അല്ല നിങ്ങൾക്ക് കൺസ്യൂമറിൽ നിന്നും മുകളിലേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എനർജിയുടെ ഫ്ലോ? ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താടാ? യൂണിഡയറക്ഷനിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇനി അടുത്തായിട്ട് പറയുന്നത് നോക്കി. ഫർദർ, ഇക്കോസിസ്റ്റംസ് ആർ നോട്ട് എക്സംപ്റ്റ് ഫ്രം ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. They need a constant supply of energy to synthesize the molecules they require to counteract the universal tendency toward increasing disorderliness. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലൈൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കി. നമ്മുടെ എക്കോസിസ്റ്റംസ് ഒരിക്കലും എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നും ഒഴിച്ചു വെക്കാൻ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇൻഫോം. ആ ഒരു രീതിയിലല്ലേ ഫസ്റ്റ് ലോ പറയാം. പിന്നെ സെക്കൻഡ് ലോ വെച്ചാൽ എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ലോ പോലെ തന്നെ എക്കോസിസ്റ്റം എന്തുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. They need a constant supply of energy to synthesize the molecules they require to counteract the universal tendency toward increasing disorderliness. അതായത് ഒരു ഡിസോർഡർനെസ് എപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇക്കോസിസ്റ്റത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്താണ് പുതിയ മോളിക്യൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനർജി ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. The green plant in the ecosystem are called producers. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ് ആണല്ലേ. ഒരു ഇക്കോസിസ്റ്റത്തിനകത്ത് കാണപ്പെടുന്ന ഗ്രീൻ പ്ലാന്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുക. In a terrestrial ecosystem, major producers are herbaceous and woody plants. ഒരു ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം എടുത്താൽ അവിടുത്തെ മേജർ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഹെർബേഷ്യസ് പ്ലാന്റ്സും വുഡി പ്ലാന്റ്സും ആയിരിക്കും. Likewise, producers in an aquatic ecosystem are various species like phytoplankton, algae and higher plants. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഉൽപാദകരാണ്. അത് പൊതുവെ ആരാണ്? ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. ഗ്രീൻ പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലും ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലെയും പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് നമ്മൾ പറയണേ. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർബേഷ്യസ് ആൻഡ് വുഡി പ്ലാന്റ്സ് ആണ്. ഹെർബേഷ്യസ് ആൻഡ് വുഡി പ്ലാന്റ്സ് ആണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അതേസമയം അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ട് അല്ലേ. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനകത്ത് പ്രൊഡ്യൂസേഴ്സ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഫൈറ്റോപ്ലാങ്ക്ടൻസ്. ഓക്കെ, ഫൈറ്റോപ്ലാങ്ക്ടൻസ് വരും, ആൽഗെ വരും, ഫൈറ്റോപ്ലാങ്ക്ടൻസ്, പിന്നെ ആരാണ്? ആൽഗെ, പിന്നെ ഹയർ പ്ലാന്റ്സ്. ഇത് കാണാതെ പഠിച്ചേക്കണേ മക്കളെ. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്താ പറയുന്നേ? യു ഹാവ് റെഡ് അബൌട്ട് ദ ഫുഡ് ചെയിൻസ് ആൻഡ് ഫുഡ് വെബ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ നേച്ചർ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പറയുന്ന ഫുഡ് വെബും ഫുഡ് ചെയിനും ഒക്കെ നമ്മുടെ പ്രകൃതിയിലുണ്ട് എന്ന്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ പ്ലാന്റ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ് ഫുഡ് ചെയിൻസ് ഓർ റാദർ ഫുഡ് ഫീഡ്സ് ഓൺ എ പ്ലാന്റ് ഓർ അനദർ ആനിമൽ ആൻഡ് ഇൻ ടേൺ ഈസ് ഫുഡ് ഫോർ അനദർ. അതായത് പ്ലാന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുഡ് ചെയിൻസിലായാലും ഫുഡ് വെബിലായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാന്റിലായിരിക്കും. അത് എന്നിട്ട് ആ പ്ലാന്റിനെ ഒരു ആനിമൽ കഴിക്കും, പിന്നെ ഈ ആനിമലിനെ അടുത്ത ആൾ കഴിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഓർഗാനിസം മറ്റൊരാളുടെ ഫുഡായിട്ട് മാറുകയാണ്.
ഈറ്റിംഗ് ആൻഡ് ബീങ് ഈറ്റൺ എന്നുള്ള കേസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. The chain or web is formed because of this interdependency. അതായത് ഈ പറഞ്ഞ ഫുഡ് ചെയിൻ ആയാലും ഫുഡ് വെബ് ആയാലും അവിടെ ഫോം ചെയ്യാനുള്ള കാരണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉള്ള ഒരു ഇന്റർ ഡിപ്പെൻഡൻസിയുടെ ഫലമായിട്ടാണ്, അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. No energy that is trapped into an organism remains in it forever. അപ്പോൾ അവിടെ trapped into an organism remains in it forever. അപ്പോൾ അവിടെ ചെയ്യപ്പെടുന്നില്ല, അവിടെ ട്രാപ്പ് ചെയ്യപ്പെടുന്നില്ല. The energy trapped by the producer hence is either passed on to a consumer or the organism dies. അതായത് ഈ പ്രൊഡ്യൂസർ ട്രാപ്പ് ചെയ്ത എനർജി പ്രൊഡ്യൂസറിൽ നിന്ന് ആരിലേക്ക് പോകുന്നു? കൺസ്യൂമറിൽ നിന്ന് അടുത്ത ഓർഗാനിസത്തിലേക്ക് പോകുന്നു. അത് എന്നിട്ട് അങ്ങനെ ആ ഓർഗാനിസം ഡൈ ചെയ്ത് പോവാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് ഇങ്ങനെ എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയാൽ തിരിച്ചു വരുന്നില്ല. ഓക്കെ, അത് ഇല്ലാണ്ടായി പോവാണ്. അങ്ങനെയാണ് ആ ഒരു എനർജിയുടെ ഫ്ലോ. ദ ഡെത്ത് ഓഫ് ദ ഓർഗാനിസം ഇസ് ദ ബിഗിനിങ് ഓഫ് ദ ഡിറ്റിറ്റസ് ഫുഡ് ചെയിൻ ഓർ ഫുഡ് വെബ്. അങ്ങനെ ആ ഒരു ഓർഗാനിസം ഡെത്ത് ആകുമ്പോൾ അത് അടുത്ത ഒരു ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബിന്റെ ഒരു ബിഗിനിങ് ആയി. ആ ഒരു ഫുഡ് വെബിന് അല്ലെങ്കിൽ ഫുഡ് ചെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറ്റിറ്റസ് ഫുഡ് ചെയിൻ. അതിനെക്കുറിച്ച് നമ്മൾ പറയും. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് എന്താ നോക്കുക. അടുത്ത പോയിന്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: all animals depend on plants directly or indirectly for their food needs. അതായത് ഒരു എല്ലാ ആനിമൽസും പ്ലാന്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ അവരുടെ ആവശ്യത്തിന് വേണ്ടി, ഫുഡിന് വേണ്ടിയിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓൾ ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ ദെയർ ഫുഡ് നീഡ്സ്, അല്ലേ? അപ്പൊ ആഹാരത്തിന് വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ പറയുന്ന ആനിമൽസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാന്റ്സിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാൻ അറിയാം? കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുന്നത്? കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ അവരെ ഹെട്രോട്രോപ്സ് എന്നും പറയാറുണ്ട്. അപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ വിളിച്ച പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിച്ചു. പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയാ? കൺസ്യൂമേഴ്സ് എന്ന് പറയും. കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെറ്ററോട്രോഫുകൾ എന്ന് പറയാം. ഹെറ്ററോട്രോഫ്സ്, അല്ലെ? മറ്റുള്ളവരെ ആഹാരത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത്. If they feed on the producers, the plants, they are called primary consumers. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു കൺസ്യൂമർ പ്ലാന്റിനെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ആ കൺസ്യൂമറിനെ നമ്മൾ എന്താ വിളിക്കുക? പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താ? ഇഫ് ദ ആനിമൽ ഈറ്റ് അതർ ആനിമൽ വിച്ച് ഇൻ ടേൺ ഈറ്റ് ദ പ്ലാന്റ്സ് ഓർ ദെയർ പ്രൊഡ്യൂസ്, ദേ ആർ കോൾഡ് സെക്കൻഡറി കൺസ്യൂമർ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം പ്രൊഡ്യൂസർ, രണ്ടാമതാള് കൺസ്യൂമർ ആണ്. രണ്ടാമത് തൊട്ട് അങ്ങോട്ടേക്കുള്ളവരെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ കൺസ്യൂമറിനെയാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞത്. ഈ പ്രൈമറി കൺസ്യൂമറിനെ കഴിക്കുന്ന രണ്ടാമത്തെ ഒരു കൺസ്യൂമർ ഉണ്ടാവില്ലേ, അയാളെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കി. പോയിന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് ദേ ഫീഡ് ഓൺ ദ പ്രൊഡ്യൂസർ ദ പ്ലാന്റ്സ്, ദേ ആർ കോൾഡ് പ്രൈമറി പ്രൊഡ്യൂസർ. പ്ലാന്റ്സിനെ കഴിക്കുന്നവരെ നമ്മൾ എന്താ വിളിച്ചേ? പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിച്ചു. ഇഫ് ദ ആനിമൽസ് ഈറ്റ് അതർ ആനിമൽസ് which in turn eat the plants, they are called secondary consumers. അപ്പോൾ ഈ പ്രൈമറി കൺസ്യൂമറിനെ കഴിച്ച മറ്റുള്ളവരുണ്ടാവില്ലേ, അയാളെ നമുക്ക് എന്ത് വിളിക്കാം? സെക്കൻഡറി കൺസ്യൂമർ എന്ന് വിളിക്കാം. Likewise, you could have tertiary consumers. ഇതുപോലെ ടെറിഷറി കൺസ്യൂമേഴ്സ് ഉണ്ട്. സെക്കൻഡറിയെ കഴിക്കുന്ന ആൾ ടെറിഷറി കൺസ്യൂമർ എന്ന് വിളിക്കും. ഒബ്വിയസ്ലി ദ പ്രൈമറി കൺസ്യൂമർ വിൽ ബി ദ ഹെർബിവോർ. ഉറപ്പായിട്ടും നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, പ്രൈമറി കൺസ്യൂമർ ഹെർബിവോർ ആയിരിക്കും. കാരണം എന്താ? പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി പ്ലാന്റ് കഴിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രൈമറി കൺസ്യൂമറിനെ എന്തെന്ന് വിളിക്കാം? ഹെർബിവോർ എന്ന് വിളിക്കാം. Some common herbivores are insects, birds, mammals in terrestrial ecosystem and mollusks in aquatic ecosystem. അപ്പോൾ കുറച്ച് ഹെർബിവോറിന്റെ എക്സാമ്പിളുകളാണ് ഇൻസെക്റ്റുകൾ, ബേർഡ്സ്, മാമൽസ്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലെ മാമൽസ്, പിന്നെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനകത്ത് കാണപ്പെടുന്ന മൊളുസ്ക് തുടങ്ങിയവയൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഹെർബിവോറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി the consumers that feed on these herbivores are carnivores. ഈ ഹെർബിവോറുകളെ കഴിക്കുന്ന കൺസ്യൂമറുകൾ എന്ന് പറയുമ്പോൾ അവർ ഉറപ്പായിട്ടും മാംസഭുക്കുകളായിരിക്കും, അല്ലേ? കാർണിവോർസ് ആയിരിക്കും. അങ്ങനെയുള്ള കാർണിവോറിനെ നമ്മൾ പ്രൈമറി കാർണിവോർ എന്നാണ് പറയാം. ദാറ്റ് ഈസ് പ്രൈമറി കാർണിവോർ. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ജസ്റ്റ് അതൊന്ന് റെപ്രസെന്റ് ചെയ്യാം. ആദ്യം പ്ലാന്റ്സ് ആയിരിക്കും, അല്ലേ? പ്ലാന്റ് വരുന്നു. ഈ പ്ലാന്റിനെ കഴിക്കുന്ന ആള് എന്ന് പറയുമ്പോൾ അയാൾ ഹെർബിവോർ ആണ്. ഡയറക്ട്ലി അവർ കഴിക്കുകയല്ലേ, അപ്പൊ അയാൾ എന്താണ്? ഹെർബിവോർ ആണ്. അപ്പൊ ഡയറക്ട്ലി കഴിക്കുന്നതുകൊണ്ട് ഞാൻ അയാളെ ഹെർബിവോർ എന്ന് വിളിച്ചു. പക്ഷെ ഇയാള് പ്രൈമറി കൺസ്യൂമർ കൂടിയാണ്. പ്രൈമറി കൺസ്യൂമർ ആണ്. ക്ലിയർ അല്ലേ? പ്രൈമറി കൺസ്യൂമർ.
ഇനി ഹെർബിവോറിനെ കഴിക്കുന്ന ആള്, അയാളെ ഞാൻ എന്ത് വിളിക്കാം? കാർണിവോർ എന്ന് വിളിക്കാം. എന്താ വിളിക്കുന്നേ? കാർണിവോർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ കാർണിവോർ ആക്ച്വലി സെക്കൻഡറി കൺസ്യൂമർ ആണ്. സെക്കൻഡറി കൺസ്യൂമർ ആണ്. സെക്കൻഡറി കൺസ്യൂമർ ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇനി വേറെ ഒരു കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കാർണിവോറിൽ തന്നെ ഇനി അങ്ങോട്ടേക്കുള്ളവരെല്ലാം മാംസഭുക്കുകളായിരിക്കും. ഈ കാർണിവോർ തന്നെ നമുക്ക് പിന്നെയും തിരിക്കാം. പ്രൈമറി കാർണിവോർ, അതിനെ കഴിക്കുന്നവർ സെക്കൻഡറി കാർണിവോർ, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതാ ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ദോസ് ആനിമൽസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദ പ്രൈമറി കാർണിവോർ. ഇനി ഈ പ്രൈമറി കാർണിവോറിനെ കഴിക്കുന്ന ആളെ എനിക്ക് എന്ത് വിളിക്കാം? സെക്കൻഡറി കാർണിവോർ എന്ന് വിളിക്കാം. ഇവിടെ നോക്കിക്കേ, ഒരു സിമ്പിൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ നൽകിയിട്ടുണ്ട്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ചെയിൻ ആണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആക്കാൻ പറ്റും. നോക്കിക്കേ, ഗ്രാസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പ്ലാന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. ഗ്രാസ്, ഗോട്ട്, മാൻ, ഇതാണ് ഫുഡ് ചെയിനിൽ പോവാണ്. ഗ്രാസ് ഇവിടുത്തെ ആരാ? പ്രൊഡ്യൂസർ ആണ്. ഗ്രാസിനെ കഴിച്ച് ഗോട്ട്, മാൻ തുടങ്ങി അങ്ങോട്ടേക്കുള്ളവരെല്ലാവരെയും നമുക്ക് എന്ത് വിളിക്കാടെ? കൺസ്യൂമർ എന്ന് വിളിക്കാം. ഇവരെല്ലാവരും എന്താണ് മക്കളെ? കൺസ്യൂമർ ആണ്. ഇതിൽ ആദ്യത്തെ ആളായതുകൊണ്ട് തന്നെ ഗോട്ട് പ്രൈമറി കൺസ്യൂമർ, മാൻ ഇവിടുത്തെ സെക്കൻഡറി കൺസ്യൂമർ. ഗോട്ട് ഡയറക്ട്ലി ഗ്രാസിനെ കഴിച്ചുകൊണ്ട് നമുക്ക് ഗോട്ടിനെ എന്തെന്ന് വിളിക്കാം? ഹെർബിവോർ എന്ന് വിളിക്കാം. ഗോട്ടിനെ മാൻ കഴിച്ചതുകൊണ്ട്, മാംസമല്ലേ കഴിച്ച മാൻ, അതുകൊണ്ട് മാൻ ഒരു കാർണിവോർ ആണ്. ഏത് കാർണിവോർ ആണ്? പ്രൈമറി കാർണിവോർ ആണ്. ഇനി മാനിനെ ആയാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ സെക്കൻഡറി കാർണിവോർ വന്നേനെ. പ്രൈമറി കാർണിവോർ ആൻഡ് സോ ഓൺ. ക്ലിയർ ആയോ? അങ്ങനെ വേണം അത് പോവാൻ. അതാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറയണത്. ഇനി the detritus food chain begins with the dead organic matter. Detritus food chain എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഡ് ഓർഗാനിക് മാറ്ററിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു പോയിന്റ് എഴുതാൻ പറ്റും. ഫുഡ് ചെയിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് പ്രകാരം നമ്മൾ 2 തരത്തിൽ പറഞ്ഞു. ഒന്നാമത്തേത് എന്താണ്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഒന്നാമത്തേത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഗ്രേസിംഗ് ഫുഡ് ചെയിനെ നമുക്ക് ചുരുക്കി എഴുതാം GFC. രണ്ടാമത്തേതാണ് ഡിട്രിറ്റസ് ഫുഡ് ചെയിൻ. രണ്ടാമത്തെ എന്താണ്? ഡിട്രിറ്റസ് ഫുഡ് ചെയിൻ. അതിനെ നമുക്ക് ചുരുക്കി എഴുതാം DFC. ഓക്കെ, അപ്പോൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ലിവിങ് പ്ലാന്റ്സിലായിരിക്കും. അതേസമയം ഡിട്രിറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഡ് ഓർഗാനിക് മാറ്ററിലായിരിക്കും. മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡീകമ്പോസേഴ്സ് which are heterotrophic organisms, mainly fungi and bacteria. പിന്നെ അതിനകത്ത് ആരുണ്ടാവും? ഈ ഒരു ഡിട്രിറ്റസ് ഫുഡ് ചെയിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഡ് ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഡിട്രിറ്റസിലായിരിക്കും. അത് അതിനകത്ത് ഡീകമ്പോസേഴ്സ് ഉണ്ടാവും. ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അല്ലേ? ഡീകമ്പോസേഴ്സ് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്. പൊതുവേ ഫംഗസും ബാക്ടീരിയ ഒക്കെ ആയിരിക്കും അതിൽ ഉൾപ്പെടുക. They meet their energy and nutrient requirements by degrading dead organic matter or detritus. അപ്പോൾ ഈ പറയുന്ന ഡീകമ്പോസേഴ്സിന് അവർക്ക് എനർജി കിട്ടുന്നത് ഈ പറയുന്ന ഓർഗാനിക് മാറ്റർ, ഡെഡ് ഓർഗാനിക് മാറ്റർ അഥവാ ഡിട്രിറ്റസിനെ വിഘടിപ്പിച്ച് അതിൽ നിന്നായിരിക്കും അവർക്ക് എന്ത് കിട്ടുക? എനർജി അല്ലെങ്കിൽ ന്യൂട്രിയന്റ് റിക്വയർമെന്റ്സ് ഈ ഡീകമ്പോസേഴ്സിന് ലഭിക്കുക. അതുകൊണ്ട് തന്നെ they are also known as saprotroph. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡീകമ്പോസേഴ്സിനെ നമുക്ക് എന്തെന്നും വിളിക്കാം? സാപ്രോട്രോഫുകൾ എന്നും വിളിക്കാം. സാപ്രോ എന്ന വാക്കിന്റെ അർത്ഥം ഡീകമ്പോസ് എന്നാണ്, ടു ഡീകമ്പോസ്. അപ്പോൾ ഡീകമ്പോസേഴ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താടാ? സാപ്രോട്രോഫുകൾ എന്നും വിളിക്കാറുണ്ട്. Decomposers secrete digestive enzymes that break down dead and waste materials into simple inorganic materials which are subsequently absorbed by them. അപ്പോൾ ഡീകമ്പോസേഴ്സ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഡൈജസ്റ്റീവ് എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന ഡെഡ് വേസ്റ്റ് മെറ്റീരിയൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇനോർഗാനിക് മെറ്റീരിയലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. അതിനെ അവർക്ക് ഈ ഡീകമ്പോസിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ 2 ഫുഡ് ചെയിൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? GFC ആൻഡ് DFC. ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡിട്രിറ്റസ് ഫുഡ് ചെയിനും. GFC എന്ന് പറയുമ്പോൾ അതിനകത്ത് ലിവിങ് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സിൽ സ്റ്റാർട്ട് ചെയ്യും. അതേസമയം ഡിട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഡീകമ്പോസസും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കി. In an aquatic ecosystem, GFC, that is a grazing food chain, is the major conduit for energy flow. ഒരു aquatic ecosystem എടുത്താൽ അവിടെ ആ ഒരു മേജർ എനർജി ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഗ്രേസിംഗ് ഫുഡ് ചെയിനിലൂടെ ആയിരിക്കും. As against this, ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ a much larger fraction of the energy flows through the detritus food chain than the DFC. ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട പോയിന്റാ.
ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ കൂടുതലായും എനർജി ഫ്ലോ നടക്കുന്നത് ഏതിലൂടെ? GFCയിലൂടെയും. അതേസമയം ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എടുത്താൽ കൂടുതലായും എനർജി ഫ്ലോ നടക്കുന്നത് DFC, ഡിട്രിറ്റസ് ഫുഡ് ചെയിനിലൂടെയും ആയിരിക്കും. ഓക്കെ, ഡിട്രിറ്റസ് ഫുഡ് ചെയിൻ മേ ബി കണക്റ്റഡ് വിത്ത് ദ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ അറ്റ് സം ലെവൽസ്. എന്നാൽ ചില ലെവലുകളിൽ ഈ ഡിട്രിറ്റസ് ഫുഡ് ചെയിൻ ആരുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഗ്രേസിംഗ് ഫുഡ് ചെയിനുമായിട്ടൊക്കെ കണക്ട് ചെയ്യാറുണ്ട്. സം ഓഫ് ദ ഓർഗാനിസംസ് ഓഫ് ഡിട്രിറ്റസ് ഫുഡ് ചെയിൻ ആർ പ്രേ ടു ദ GFC ആനിമൽസ്. ഓക്കെ, അപ്പം ഡിട്രിറ്റസ് ഫുഡ് ചെയിനിലെ ചില ഓർഗാനിസംസ് GFC, ഗ്രേസിംഗ് ഫുഡ് ചെയിനിലെ ചില ആനിമൽസിന്റെ ഫുഡ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണക്ഷൻ ഉണ്ട്, DFCയും GFCയും നിങ്ങൾ കണക്റ്റഡ് ആവാറുണ്ട്. ആൻഡ് ഇൻ എ നാച്ചുറൽ എക്കോസിസ്റ്റം സം ആനിമൽസ് ലൈക്ക് കോക്രോച്ചസ്, ക്രോസ് എക്സെട്ര ആർ ഓംനിവോസ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോക്രോച്ചസ്, ക്രോസ് ഒക്കെ ഓംനിവോസ് അല്ലേ? അപ്പോൾ ഒരു കണക്ഷൻ വരുന്നുണ്ട് DFCയും GFCയും തമ്മിൽ. ഓക്കെ, അതായത് DFCയിൽ വരുന്ന ചില മെമ്പേഴ്സ് GFCയിലെ എന്താ പറയുക, GFCക്കകത്തുള്ള അനിമൽസിന്റെ ഒരു പ്രേ ആയിട്ട് വരാറുണ്ട്. എന്താണ് പ്രേ എന്ന് പറയുമ്പോൾ? ഇരകളായിട്ട്. അപ്പോൾ അത് മാത്രമല്ല ചില ജീവികൾ ഓംനിവോർസ് ആയിട്ടുള്ള, രണ്ടും കഴിക്കാൻ പറ്റുന്ന ജീവികൾ ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ കോക്രോച്ചസ്, ക്രോസ് തുടങ്ങിയവ. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന DFCയും GFCയും തങ്ങളിൽ കണക്ഷൻ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ കാണാറുണ്ട്. അടുത്ത പോയിന്റ് നോക്കി, ദീസ് നാച്ചുറൽ ഇന്റർകണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻസ് മേക്ക് ഇറ്റ് എ ഫുഡ് വെബ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇന്റർകണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ, ഇങ്ങനെയുള്ള നാച്ചുറൽ ഇന്റർകണക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഫുഡ് ചെയിൻസിന് ഇടയ്ക്കുള്ള ഈ ഒരു നാച്ചുറൽ ഇന്റർകണക്ഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫുഡ് വെബ് എന്ന് പറയാം. നാച്ചുറൽ ഇന്റർകണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻസ്, പലതരത്തിലുള്ള ഫുഡ് ചെയിൻസ് ഇങ്ങനെ ഇന്റർകണക്ട് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫുഡ് വെബ് എന്ന് പറയാം. ഓക്കെ, ഓർഗാനിസംസ് occupy a place in the natural surroundings or in a community according to their feeding relationship with the other organism. അതായത് ഒരു സറൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഓർഗാനിസംസിന് ഒരു എന്താ പറയുക, ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ ഫീഡിങ് മറ്റുള്ള ഓർഗാനിസംസിനെ ബേസ് ചെയ്തുകൊണ്ട്, ഫീഡിങ് റിലേഷൻഷിപ്പിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഓർഗാനിസംസിന് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ലെവല് കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ട്. Based on the source of their nutrition or food, organism occupy a specific place in the food chain and it is known as trophic level. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്തോ ആയിക്കോട്ടെ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഓർഗാനിസംസിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഫുഡ് ചെയിനിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ പൊസിഷൻ നൽകിയിട്ടുണ്ട്. ആ പ്ലേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോഫിക് ലെവൽ എന്ന് പറയാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് ദെയർ ന്യൂട്രീഷൻ ഓർ ഫുഡ്, ഫുഡിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷൻ്റെ സോഴ്സിനെ ബേസ് ചെയ്ത് ഓർഗാനിസംസിന് ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഫുഡ് ചെയിനിൽ ഉണ്ടാകും. ആ ഒരു പ്ലേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് ബിലോങ്ങിങ് ടു ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ, എല്ലായ്പ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത് ആരായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. Herbivores, that is a primary consumers to the second, and carnivores, that is secondary consumer to the third. അപ്പോൾ ട്രോഫിക് ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ ഓർഗാനിസത്തിനും അതിൻ്റെ എന്താണ് ന്യൂട്രീഷൻ, സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫുഡിൻ്റെ സോഴ്സിനെ ബേസ് ചെയ്ത് ഫുഡ് ചെയിനകത്ത് ഒരു പെർട്ടിക്കുലർ ലെവൽ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രോഫിക് ലെവൽ എന്ന് പറയാം. എല്ലായ്പ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്ന ആള്, ഫസ്റ്റ് ട്രോഫിക് ലെവൽ അതിൽ ഉൾപ്പെടുന്ന ആള് എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ആരാണ് പ്രൊഡ്യൂസേഴ്സ്? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ് അല്ലേ? സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്ന ആള് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെർബിവോഴ്സ് ആയിരിക്കും. ഹെർബിവോഴ്സ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ദേ ആർ ദ പ്രൈമറി കൺസ്യൂമേഴ്സ്. പ്രൈമറി കൺസ്യൂമേഴ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് തേർഡ് ട്രോഫിക് ലെവൽ. തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്ന ആള്, തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കാർണിവോഴ്സ് ആയിരിക്കും. കാർണിവോഴ്സ്. ആ കാർണിവോർ എന്ന് പറയുമ്പോൾ അവിടെ അത് ആരായിരിക്കും? സെക്കൻഡറി കൺസ്യൂമർ ആയിരിക്കും അല്ലേ? സെക്കൻഡറി കൺസ്യൂമർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നോക്കിക്കോ, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് പലതരത്തിലുള്ള ട്രോഫിക് ലെവലുമായി ബന്ധപ്പെടുത്തിയിട്ട്. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ പ്ലാന്റ് ആയിരിക്കും വരിക, ഫൈറ്റോപ്ലാങ്ക്ടൺ വരാം, ഗ്രാസ് വരാം, ട്രീസ് വരാം. സെക്കൻഡ് ട്രോഫിക് ലെവൽ എപ്പോഴും ഹെർബിവോർ ആണ്, പ്ലാന്റിനെ കഴിക്കുന്നവരായിരിക്കും. അത് സൂപ്ലാങ്ക്ടൺ, ഗ്രാസ് ഹോപ്പർ, കൗ ഒക്കെ വരാം. തേർഡ് ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ അത് കാർണിവോർ ആണ്, മാംസം കഴിക്കുന്നവരാണ്. അപ്പോൾ അത് ബേർഡ്സ് വരാം, ഫിഷസ് വരാം, വൂൾഫ് വരാം. ഫോർത്ത് ട്രോഫിക് ലെവൽ ഏറ്റവും മുകളിൽ വരുന്നത്, അപ്പോൾ ടോപ്പ് കാർണിവോർ ആയിരിക്കും. അവരാണ് പൊതുവെ മാൻ, ലയൺ തുടങ്ങിയവരൊക്കെ വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാം എന്താണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ട്രോഫിക് ലെവലിൻ്റെ കേസസ് ആണ്. ആ ഓരോ പ്ലേസ്, ഓരോ ജീവജാലങ്ങളും എന്താണ് ഫുഡ് ചെയിനകത്ത് കൊടുത്തിരിക്കുന്ന പ്ലേസസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തിനെ കുറിച്ചാണെന്ന് നോക്കിക്കേ.
The important point to note that the amount of energy decreases at a successive trophic level. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ? കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദ എമൗണ്ട് ഓഫ് എനർജി ഡിക്രീസസ് അറ്റ് എ സക്സസീവ് ട്രോഫിക് ലെവൽ. ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും അവിടെ എന്ത് സംഭവിക്കുകയാണ്? എനർജി എന്ത് ചെയ്യുകയാണ്? കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. When any organism dies, it is converted to detritus or dead biomass that serves as an energy source for decomposers. അതായത് ഇനി ഏതെങ്കിലും ഒരു ഓർഗാനിസം അവിടെ എന്ത് ചെയ്തു പോവാണ്? ഡൈ ചെയ്തു പോയാൽ, മരിച്ചു പോയാൽ എന്ത് സംഭവിക്കുകയാണ്? ആ എനർജി എന്താ? അപ്പം നമുക്കറിയാം മരിച്ചു പോയാൽ അത് ഡിട്രിറ്റസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഡെഡ് ബയോമാസ് ആണ്. അപ്പോൾ ആ എനർജി എന്ത് ചെയ്യും? അത് ഡീകമ്പോസേഴ്സിന്റെ എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? Organisms at each trophic level depend on those at the lower trophic level for their energy demand. അപ്പോൾ ഓരോ ട്രോഫിക് ലെവലിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസംസിനും എനർജി ലഭിക്കുന്നത് തൊട്ട് താഴെയുള്ള ട്രോഫിക് ലെവലിൽ നിന്നായിരിക്കും. ക്ലിയർ ആണോ? ഫസ്റ്റ് ട്രോഫിക് ലെവൽ പ്രൊഡ്യൂസറിൽ നിന്നാണ് ഹെർബിവോറിന് കിട്ടിയത്, ഹെർബിവോറിൽ നിന്നായിരിക്കും ആർക്ക് കിട്ടുന്നത്? കാർണിവോർ. അപ്പോൾ മുകളിലേക്ക് പോകുന്നതോറും ട്രോഫിക് ലെവൽ പൊസിഷൻ കൂടുന്നതിനനുസരിച്ച് അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ ഓരോ ഓർഗാനിസത്തിനും ഓരോ ഹയർ ട്രോഫിക് ലെവലിൽ നിൽക്കുന്ന ഓർഗാനിസംസിന് എനർജി കിട്ടുന്നത് തൊട്ട് താഴെ നിൽക്കുന്ന ട്രോഫിക് ലെവലുള്ള ഓർഗാനിസത്തിൽ നിന്നായിരിക്കും. അതാണ് ആ പോയിന്റ്. Organisms at each trophic level depend on those at the lower trophic level for their energy demand. അതായത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പ്രൊഡ്യൂസർ, ഹെർബിവോർ, കാർണിവോർ. ഇപ്പൊ കാർണിവോറിന് എന്താണ് എനർജി കിട്ടണമെങ്കിൽ ആരെ ഡിപ്പെൻഡ് ചെയ്യണം? ആരിൽ നിന്നായിരിക്കും? തൊട്ട് താഴെയുള്ളത് ആരാ? ഹെർബിവോറിൽ നിന്നായിരിക്കും. അപ്പൊ ഹെർബിവോറിന് പ്രൊഡ്യൂസറിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ട്? ആ ഒരു ലെവലിലായിരിക്കും, തൊട്ട് താഴെയുള്ള ട്രോഫിക് ലെവലിൽ നിന്നായിരിക്കും എന്താണ് ഈ എനർജി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. Each trophic level has a certain mass of living material at a particular time called as the standing crop. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. വാട്ട് ഈസ് സ്റ്റാൻഡിങ് ക്രോപ്പ്? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ട്രോഫിക് ലെവലിലും എന്താണ് ഒരു കുറച്ച് മാസ് ലിവിങ് മെറ്റീരിയൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ലിവിങ് മെറ്റീരിയൽ ഓരോ ട്രോഫിക് ലെവലിലുള്ളവർ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയാം. അപ്പൊ എന്താ സ്റ്റാൻഡിങ് ക്രോപ്പ്? ഈച്ച് ട്രോഫിക് ലെവൽ ഹാസ് എ സർട്ടൻ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം, ദാറ്റ് ഈസ് കോൾഡ് എ സ്റ്റാൻഡിങ് ക്രോപ്പ്. അതായത് ഓരോ ട്രോഫിക് ലെവലിലുള്ള ജീവിയും കയ്യിലും ഒരു ലിവിങ് മെറ്റീരിയൽ ഉണ്ടാവും അല്ല, സർട്ടൻ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ ഉണ്ടാവും ഒരു പെർട്ടിക്കുലർ ടൈമിൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയാം. The standing crop is measured as the mass of living organism. സ്റ്റാൻഡിങ് ക്രോപ്പ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ലിവിങ് ഓർഗാനിസത്തിന്റെ മാസിനെ ബേസ് ചെയ്ത്, ദാറ്റ് ഈസ് ബയോമാസ് എന്ന രീതിയിലായിരിക്കും നമ്മൾ ആ സ്റ്റാൻഡിങ് ക്രോപ്പിനെ മെഷർ ചെയ്യണത്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ബയോമാസ് എന്ന രീതിയിലാകാം, അല്ലെങ്കിൽ നമ്പർ ഇൻ എ യൂണിറ്റ് ഏരിയ. ഓക്കെ, യൂണിറ്റ് ഏരിയയിൽ ഇത്ര നമ്പർ എന്നുള്ള രീതിയിലോ, അതല്ലെങ്കിൽ ബയോമാസ് അതിന്റെ മാസിനെ ബേസ് ചെയ്തിട്ടോ ആയിരിക്കും നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് മെഷർ ചെയ്യുന്നത്. The biomass of a species is expressed in terms of fresh or dry weight. അപ്പോൾ ബയോമാസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ ഡ്രൈ വെയിറ്റ് നമ്മൾ എടുക്കുന്നു, അതല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ ഫ്രഷ് വെയിറ്റ് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ബയോമാസ് കണക്കാക്കുന്നത്. സ്റ്റാൻഡിങ് ക്രോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ബയോമാസ് കണക്കാക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യണത്? ഒന്നുകിൽ ഡ്രൈ വെയിറ്റ് എടുക്കും, അല്ലെങ്കിൽ എന്തെടുക്കും? ഫ്രഷ് വെയിറ്റ് എടുക്കുന്നു. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കാം. The biomass of the species is expressed in terms of fresh or dry weight. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? മെഷർമെന്റ് ഓഫ് ബയോമാസ് ഇൻ ടേംസ് ഓഫ് ഡ്രൈ വെയിറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ബൈ. അതായത് ബയോമാസ് എല്ലായ്പ്പോഴും ഡ്രൈ വെയിറ്റിൽ നമ്മൾ എടുക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ എന്താ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കേ. മെഷർമെന്റ് ഓഫ് ബയോമാസ് ഇൻ ടേംസ് ഓഫ് ഡ്രൈ വെയിറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ബൈ. അതായത് ഡ്രൈ വെയിറ്റിലുള്ള ബയോമാസിന്റെ മെഷർമെന്റ് ആണ് കൂടുതൽ ആക്യുറേറ്റ് എന്തിനെക്കാട്ടിലും വെറ്റ് വെയിറ്റ് ഉള്ളത് അല്ലേ? അതെന്തുകൊണ്ടാണ്? സത്യത്തിൽ വെറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ വെറ്റ് വെയിറ്റ് ഉണക്കുന്നതിന് മുമ്പുള്ളതാണല്ലോ വെറ്റ് വെയിറ്റ്. മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ അതിനകത്ത് എന്താ പറയുന്ന വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. അതാണ് ഈ വെറ്റ് വെയിറ്റ്. അപ്പോൾ ഈ വെറ്റ് വെയിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ആ ഫിസിയോളജിക്കൽ, അതോടൊപ്പം തന്നെ പുറമേ ഉള്ള എൻവയോൺമെന്റൽ ഫ്ലക്ച്വേഷൻ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് ആ ഫ്ലക്ച്വേഷൻ ആരെയും ബാധിക്കും? ഈ വെറ്റ് വെയിറ്റിലും ബാധിക്കാറുണ്ട്. അതേസമയം ഡ്രൈ വെയിറ്റ് എടുത്താൽ ഈ പറഞ്ഞ യാതൊരു തരത്തിലുള്ള ഫ്ലക്ച്വേഷനും ആരെ ബാധിക്കത്തില്ല, ഈ ഡ്രൈ വെയിറ്റിനെ ബാധിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ബയോമാസിന്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണത്? ഈ ഡ്രൈ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താന്ന് നോക്കാം. ദ നമ്പർ ഓഫ് ട്രോഫിക് ലെവൽസ് ഇൻ ദ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഈസ് റെസ്ട്രിക്റ്റഡ് ആസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫോളോസ് 10% law
only 10% of the energy is transferred to each trophic level from the lower trophic level. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയേ മക്കളെ പറഞ്ഞിരിക്കുന്നത്. ദ നമ്പർ ഓഫ് ട്രോഫിക് ലെവൽസ് ഇൻ എ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഈസ് റെസ്ട്രിക്റ്റഡ്. അതായത് ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നൂറുകണക്കിന് ട്രോഫിക് ലെവലൊന്നും ഇല്ല, കൂടിപ്പോൾ ഒരു 4-5 അതിനപ്പുറം ഒന്നും പോയില്ല. ഓക്കെ, അപ്പോൾ അത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള തലങ്ങൾ അല്ലെങ്കിൽ ട്രോഫിക് ലെവലുകളെ നമുക്ക് എവിടെ കാണാൻ പറ്റൂ? ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ കാണാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു നിയമത്തിനനുസൃതമായിട്ടാണ് നടക്കുന്നത്. ആ നിയമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് 10% ലോ അല്ലെങ്കിൽ ലോ ഓഫ് 10% എന്ന് പറയും. അതെന്താന്ന് നോക്കിയേ, only 10% of the energy is transferred to each trophic level from the lower trophic level. അതായത് താഴെയുള്ള ട്രോഫിക് ലെവലിൽ നിന്നും തൊട്ടടുത്ത ട്രോഫിക് ലെവൽ, തൊട്ട് ഉയർന്ന ട്രോഫിക് ലെവലിലേക്ക് കൈമാറുന്ന എനർജി എന്ന് പറയുന്നത് എത്ര ശതമാനം മാത്രമാണ്? 10% എനർജി മാത്രമേ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് കൈമാറപ്പെടുന്നുള്ളൂ. അപ്പോൾ അവിടെ എനർജി എന്ത് ചെയ്യുക? കൂടി വരുവാണോ? അല്ല, കുറഞ്ഞു വരുവാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രോഫിക് ലെവലിന്റെ എണ്ണം വളരെ കുറവാണ്, റെസ്ട്രിക്റ്റഡ് ആണ് GFCയിൽ, ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ഇൻ നേച്ചർ ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് സോ മെനി ലെവൽസ്. നേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ലെവൽസ് ഉണ്ട്. പ്രൊഡ്യൂസർ, ഹെർബിവോർ, പ്രൈമറി കാർണിവോർ, സെക്കൻഡറി കാർണിവോർ, കുറേ ലെവൽസ് നമ്മൾ കണ്ടു. പക്ഷേ ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എടുത്താൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ഇൻ ദ കേസ് ഓഫ് ട്രോഫിക് ലെവൽ പറഞ്ഞ കാര്യമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡു യു തിങ്ക് ദർ ഈസ് എനി സച്ച് ലിമിറ്റേഷൻ ഇൻ ഡിറ്റഡസ് ഫുഡ് ചെയിൻ? ഒരു ഡിറ്റഡസ് ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ലിമിറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. ഒരു റെസ്ട്രിക്ഷൻ അവർക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തലത്തിലും ഡിറ്റഡസ് ഫുഡ് ചെയിൻ വർക്ക് ചെയ്യാം. എന്നാൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഇറ്റ് ഇസ് ലിമിറ്റഡ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഗ്രീൻ പ്ലാന്റ്സിൽ അത് സ്റ്റാർട്ട് ചെയ്യൂ, ഇന്ന ലെവലിൽ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രത്യേകത അതിനുണ്ട് അല്ലേ? അതേസമയം ഈ പറയുന്ന ഡിറ്റഡസ് ഫുഡ് ചെയിൻ അങ്ങനെ നമ്മൾ GFCയിൽ പറഞ്ഞ പോലത്തുള്ള യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു 10% റൂള് നമുക്ക് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് കൂടുതൽ ഫോളോ ചെയ്യാൻ സാധ്യത ഉള്ളത് എന്ന് പറയാം. ഓക്കെ, അടുത്തത് എന്താന്ന് നോക്കാം. എനർജി ഫ്ലോ ത്രൂ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽ. പല ട്രോഫിക് ലെവലിലൂടെയുള്ള ആ എനർജി ഫ്ലോ ആണ് കാണിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള എനർജി ഹീറ്റായിട്ട് പോകുന്നുണ്ട്, പിന്നെ കുറച്ച് എനർജീസ് ആര് അബ്സോർബ് ചെയ്യാണ്? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യണു. എന്നിട്ട് പ്ലാന്റ്സ് അതിന് വേണ്ടി ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്യുന്നു. അവിടെ നിന്നുള്ള എനർജി തൊട്ടടുത്ത ട്രോഫിക് ലെവൽ, സെക്കൻഡ് ട്രോഫിക് ലെവലിൽ എത്തുന്നു ഹെർബിവോറിൽ. അതും ഹീറ്റ് ലോസ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ നിന്ന് തേർഡ് ട്രോഫിക് ലെവലിലേക്ക് എനർജി പോകുമ്പോഴും ഹീറ്റ് ലോസ് ഉണ്ട്. തേർഡ് ട്രോഫിക്കിൽ നിന്ന് ഫോർത്ത് ട്രോഫിക് ലെവലിലേക്ക് എത്തുമ്പോഴും ഹീറ്റ് ലോസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഏത് ലെവലിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ഏത് ലെവലിലും എന്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിന്നും എനിക്ക് ഡിറ്റഡസ് ഫുഡ് ചെയിനിലോട്ട് പോകാം, സെക്കൻഡ് ലെവലിൽ നിന്നും ഡിറ്റഡസ് ഫുഡ് ചെയിനിലോട്ട് പോകാം, തേർഡ് ലെവലിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഡിറ്റഡസ് ഫുഡ് ചെയിനിലോട്ട് പോകുന്നുണ്ട്, ഫോർത്ത് ലെവലും അതുപോലെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏത് ലെവൽ എടുത്താലും അവിടെ നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഡിറ്റഡസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിറ്റഡസ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതേസമയം ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിനകത്ത് ഈ ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് എനർജി ഫ്ലോ ത്രൂ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ് എന്ന് പറയാം. ക്ലിയർ ആണ്? പക്ഷേ ഏത് ട്രോഫിക് ലെവൽ എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം ഈ ഹീറ്റ് ലോസ് നടക്കുന്നുണ്ട് കേട്ടോ. 10% എനർജി കേസ് അതെല്ലാത്തിലും കറക്റ്റ് ആണ്, അതങ്ങനെ തന്നെ പോകത്തുള്ളൂ. ഓക്കെ, ട്രോഫിക് ലെവൽ ലിമിറ്റഡ് എന്നുള്ളൊരു കേസ് ഞാൻ സംസാരിച്ചത് GFCയിൽ മാത്രമാണ്, DFCയിൽ അങ്ങനെയില്ല. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലേക്കാണ് നമ്മൾ പോണത്, ഇക്കോളജിക്കൽ പിരമിഡ്സ്. നോക്കാം. യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ ഷേപ്പ് ഓഫ് എ പിരമിഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പിരമിഡിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ? ദ ബേസ് ഓഫ് എ പിരമിഡ് ഈസ് ബ്രോഡ്. ഒരു പിരമിഡിന്റെ ഷേപ്പിൽ അതിന്റെ ബേസ് എങ്ങനെയായിരിക്കും? ബ്രോഡ്, നല്ല വീതിയുള്ള ഒരു ബ്രോഡ് ഭാഗമായിരിക്കും അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് നാരോസ് ടുവേർഡ്സ് എപ്പെക്സ്. അതിന്റെ ആ ഒരു എപ്പെക്സ് ഏരിയ എത്തുമ്പോഴത്തേനും അതെങ്ങനെയാണ്? അത് നാരോവർ ആയിട്ട് ചെറുതായി വരും അല്ലേ? അപ്പം നമ്മളിപ്പോൾ ഒരു ഒരു പിരമിഡ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രയാങ്കിൾ ഷേപ്പ് പോലെ നമ്മൾ പിരമിഡ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് എങ്ങനെയായിരിക്കും മക്കൾ? ഇങ്ങനെ ബ്രോഡ് ഉണ്ടായിരിക്കും അല്ലേ? ബേസ് ബ്രോഡർ ആയിരിക്കും. അതേസമയം അതിൻ്റെ എപ്പെക്സ് ടിപ്പ് എങ്ങനെയായിരിക്കും? ടിപ്പ് ഇതാണ് അതിൻ്റെ എപ്പെക്സ് എങ്ങനെയായിരിക്കും? അത് നാരോവർ ആയിരിക്കും അല്ലേ? വൺ ഗെറ്റ്സ് എ സിമിലർ ഷേപ്പ് വെദർ യു എക്സ്പ്രസ് ദ ഫുഡ് ഓർ എനർജി റിലേഷൻ ബിറ്റ്വീൻ ഓർഗാനിസം. നമ്മളൊരു ഫുഡ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എനർജി റിലേഷൻഷിപ്പോ നമ്മൾ ഓർഗാനിസംസിനെ വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പിരമിഡ് ഷേപ്പ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കിയേ. ദിസ് റിലേഷൻഷിപ്പ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ, ബയോമാസ് ഓർ എനർജി. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്നത് പോലെ എനർജിയിലും നമ്പറിലും ബയോമാസിലും ഒക്കെ നമുക്കത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദ ബേസ് ഓഫ് ഈച്ച് പിരമിഡ് റെപ്രസെന്റ്സ് ദ പ്രൊഡ്യൂസേഴ്സ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഒരു പിരമിഡ് നമ്മൾ വരച്ചാൽ അതിന്റെ ബേസ്
ഒരു എനർജി പിരമിഡ് ആയിക്കോട്ടെ, നമ്പർ പിരമിഡ് ആയിക്കോട്ടെ, ബയോമാസ് പിരമിഡ് ആയിക്കോട്ടെ, അതിന്റെ ബേസ് എല്ലായ്പ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രോഫിക് ലെവലിനെ ആയിരിക്കും. അതേസമയം അതിന്റെ ടിപ്പ് അപ്പെക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ടെറിഷറി അല്ലെങ്കിൽ ടോപ്പ് ലെവൽ കൺസ്യൂമറിനെ ആയിരിക്കും. അത് ഒരു റൂൾ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ബേസ് എപ്പോഴും താഴ്വശം ബേസ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രോഫിക് ലെവലിനെയും ടോപ്പ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ടെറിഷറി ലെവലിലുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും മുകളിൽ എഫെക്ട്സിൽ വരാറ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്കോളജിക്കൽ പിരമിഡ്സിന് നമുക്ക് പ്രധാനമായിട്ടും എത്രയായി ക്ലാസിഫൈ ചെയ്യാമെന്നറിയോ? 3ആയി തരംതിരിക്കാം. ഓക്കെ, ഇക്കോളജിക്കൽ പിരമിഡ്സ് അത് പ്രധാനമായിട്ടും എത്ര തരത്തിലുണ്ടെന്നാ പറയണത്? 3 തരത്തിലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തേത് പിരമിഡ് ഓഫ് നമ്പർ. ഒന്നാമത്തെ പിരമിഡിന്റെ പേരെന്താണ് മക്കളെ? പിരമിഡ് ഓഫ് നമ്പർ. രണ്ടാമത്തെ പിരമിഡിന്റെ പേരാണ് പിരമിഡ് ഓഫ് ബയോമാസ്. പിരമിഡ് ഓഫ് ബയോമാസ്. ഓക്കെ, മൂന്നാമത്തെ പിരമിഡിന്റെ പേരാണ് പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ 3 പിരമിഡുകളുണ്ട്. ഈ 3 പിരമിഡുകളുടെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമ്മുടെ NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. നോക്കിക്കേ, ഇവിടെ നൽകിയിരിക്കുന്നത് പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഇൻ എ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം. ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ പിരമിഡ് ഓഫ് നമ്പർ ആണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാസ് ലാൻഡിൽ നമുക്കറിയാം ഗ്രാസ് ആയിരിക്കും അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ്. അതിനെ കഴിക്കുന്ന പ്രൈമറി കൺസ്യൂമർ, അവരെ കഴിക്കുന്ന സെക്കൻഡറി കൺസ്യൂമർ, അവരെ കഴിക്കുന്ന ടെറിഷറി കൺസ്യൂമർ. അവരുടെ എണ്ണമാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എണ്ണം മുകളിലേക്ക് പോകുന്നതിന് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അല്ലേ? അപ്പോൾ എപ്പോഴും ഓർക്കുക, ഏറ്റവും താഴെ ബേസിൽ നമ്മൾ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സിനെയാണ്. അതുകൊണ്ട് താഴെ വന്നു. ടോപ്പ് ലെവലിലുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും മുകളിൽ എപ്പെക്സിൽ വരയ്ക്കും. അപ്പോൾ വരച്ചെടുക്കുമ്പോൾ നമുക്ക് കണ്ടോ ഒരു പിരമിഡ് ഷേപ്പ് അല്ലേ കിട്ടുക? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയാം, നമ്പർ പിരമിഡ്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ നമ്പർ പിരമിഡാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പിരമിഡാണ് പിരമിഡ് ഓഫ് ബയോമാസ്. പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ വെയിറ്റിലാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു പ്രോപ്പർ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ബയോമാസ് എടുക്കാൻ പറ്റുന്ന ഡ്രൈ വെയിറ്റിലാണ്. അതുകൊണ്ടാണ് കിലോഗ്രാം നമുക്കിവിടെ കാണാൻ പറ്റും, കിലോഗ്രാം M⁻². അപ്പോൾ വെയിറ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഡ്രൈ വെയിറ്റിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെറിഷറി കൺസ്യൂമർ അവരുടെ വെയിറ്റ് എടുക്കുന്നു. വെയിറ്റ് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കായിരുന്നു? ഈ പറയുന്ന പ്രൊഡ്യൂസറിനായിരുന്നു. അതുകൊണ്ടാണ് താഴെ ബേസ് ഇത്തിരി വലുതാക്കി വരച്ചു. പോകെ കുറഞ്ഞു വരുന്നതുകൊണ്ട് മുകളിൽ നാരോവറായിട്ട് വന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അത് വരച്ചപ്പോഴും നമുക്ക് എന്ത് കിട്ടി? ഒരു അപ്രൈറ്റ് പിരമിഡ് തന്നെ ഇവിടെയും കിട്ടി. ഓക്കെ, അത് മാറാം, ഡിപ്പെൻസ്. ഓക്കെ, അത് നമുക്കിനി പറയാം. ഷേപ്പിനെ കുറിച്ച് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് കണ്ടോ? ഇനി ശ്രദ്ധിക്കുക, ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് ബയോമാസ് പിരമിഡ് തന്നെയാണ്. അപ്രൈറ്റ് പിരമിഡാണ് നിങ്ങൾ കണ്ടത്, നേരെയുള്ള പിരമിഡാണ് നിങ്ങൾ കണ്ടത്. എന്നാൽ ഇതേ ബയോമാസ് പിരമിഡ് നമുക്ക് എങ്ങനെ കിട്ടാം എന്ന് പറഞ്ഞാൽ തലകുത്തനെ കിട്ടാം, ഇൻവേർട്ടഡ് കിട്ടാം. അത് എവിടെയാണെന്ന് നോക്കുക, അത് ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ കാണുന്നത്. നിങ്ങൾ നോക്കിക്കേ, ബയോമാസ് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് സ്മോൾ സ്റ്റാൻഡിംഗ് ക്രോപ്പ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺ സപ്പോർട്ട്സ് ലാർജ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് ഓഫ് സൂപ്ലാങ്ക്ടൺ. അതായത് ഇവിടുത്തെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ഇവിടുത്തെ പ്രൊഡ്യൂസർ ഫൈറ്റോപ്ലാങ്ക്ടൺ ആണ്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺ ആണ്. ഫൈറ്റോപ്ലാങ്ക്ടൺ. ഈ ഫൈറ്റോപ്ലാങ്ക്ടനെ കഴിക്കുന്നത് സൂപ്ലാങ്ക്ടൺ ആണ്. അപ്പോൾ ഫൈറ്റോപ്ലാങ്ക്ടൺ വളരെ ചെറിയ കുഞ്ഞു പ്ലാന്റ്സ് ആണേ. അപ്പോൾ ഇവരുടെ വെയിറ്റ്, ഡ്രൈ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതാണ് 4. അവരെ കഴിക്കുന്ന സൂപ്ലാങ്ക്ടണ് അതിലും വെയിറ്റ് ഉണ്ട് ഡ്രൈ വെയിറ്റ് എടുക്കുമ്പോൾ, അത് 21. അപ്പോൾ നമ്മൾ വരച്ചെടുക്കുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു പിരമിഡ്, ദാറ്റ് ഈസ് എക്കോളജിക്കൽ പിരമിഡ് വരയ്ക്കുമ്പോൾ താഴെ ഇപ്പോഴും ബേസിൽ ആരേ വരയ്ക്കത്തുള്ളൂ? ഈ പ്രൊഡ്യൂസേഴ്സിനെ വരയ്ക്കും. പ്രൊഡ്യൂസർ ഇവിടെ ആരാണ്? ഫൈറ്റോപ്ലാങ്ക്ടൺ ആണ്. അപ്പോൾ അത് ഏറ്റവും കുഞ്ഞു കട്ട വരയ്ക്കുക, ഏറ്റവും ചെറുത് എന്തുകൊണ്ടാണ്? അവരുടെ വെയിറ്റ് കുറവായതുകൊണ്ടാണ് നമ്മളിവിടെ ബേസിൽ ചെറിയ കട്ടയിൽ ആരെ വരച്ചത്? ഫൈറ്റോപ്ലാങ്ക്ടൺ. അതിലും കൂടുതലായിരുന്നു സൂപ്ലാങ്ക്ടൺ. അതുകൊണ്ടാണ് കുറച്ചുകൂടി വിശാലമായിട്ട് നമ്മൾ വരച്ചത്. അപ്പോൾ വരച്ചെടുക്കുമ്പോൾ നമുക്കിത് എന്താ, ഒരു നേരെയുള്ള പിരമിഡ് ആണോ കിട്ടിയേ? അല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടിയത് എക്വാട്ടിക് എക്കോസിസ്റ്റം ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ബയോമാസ് പിരമിഡ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും. അത് റൂളായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ബയോമാസ് പിരമിഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി നോക്കിക്കേ, ഇനി അടുത്തത് ഇവിടെ ജൂൾ എന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും. ദിസ് ഇസ് ആൻ എനർജി പിരമിഡ് അല്ലേ? പിരമിഡ് ഓഫ് എനർജി പിരമിഡാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ എനർജി പിരമിഡ് ഓൾവേസ് എന്താണെന്ന് പറയാൻ പറ്റും? ഇറ്റ്സ് അപ്രൈറ്റ്.
ഓക്കെ, എനർജി പിരമിഡ് എല്ലാം ഇപ്പോഴും തലകുത്തിന് കിട്ടില്ല. നേരെ തന്നെ നിവർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നേരെ നിൽക്കുന്ന ഒരു പിരമിഡെ നമുക്ക്, അല്ലെങ്കിൽ അപ്രൈറ്റ് പിരമിഡ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ, പിരമിഡ് ഓഫ് എനർജിയിൽ കിട്ടത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഫോളോസ് ലോ ഓഫ് 10%. അല്ലേ, നോക്കിക്കേ, പ്രൊഡ്യൂസർ ലെവലിൽ 10,000 ജൂൾ എനർജി ഉണ്ട്. അതിന്റെ 10% ആണ് പ്രൈമറി കൺസ്യൂമറിന് കിട്ടുന്നത്. അതിന്റെ 10% ആണ് സെക്കൻഡറി കൺസ്യൂമറിന് കിട്ടുന്നത്. അതിന്റെയും 10% എനർജിയാണ് ടെർഷ്യറി കൺസ്യൂമറിന് കിട്ടുന്നത്. അപ്പോൾ ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും അവിടെ എന്ത് സംഭവിക്കുകയാണ്? only 10% എനർജി മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കിയെല്ലാം ലോസ് ആവുകയാണ്, ഹീറ്റ് ലോസ് എന്ന രീതിയിൽ പോവാണ്. അല്ലേ? അപ്പോൾ എനർജി എന്താണ്? യൂണി ഡയറക്ഷൻ ഫ്ലോ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. എനർജി തിരിച്ചു വരുന്നില്ല. അതോടൊപ്പം തന്നെ എനർജി എന്ന് പറഞ്ഞാൽ കുറഞ്ഞാണ് മുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ വരച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ? അപ്രൈറ്റ് പിരമിഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓൾവേസ് അപ്രൈറ്റ്, ഓൾവേസ് അപ്രൈറ്റ്. അത് ടെറസ്ട്രിയൽ ആയിക്കോട്ടെ, അക്വാട്ടിക് എക്കോസിസ്റ്റം ആയിക്കോട്ടെ. പക്ഷെ ബയോമാസിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ബയോമാസ് പിരമിഡ് ഇൻവേർട്ടഡേ കിട്ടൂ. അതങ്ങനെ തന്നെ കാണാതെ പഠിക്കാം. നമ്പർ പിരമിഡ് ഡിപ്പെൻസ്. നമ്പർ പിരമിഡിന്റെ കേസിൽ ഷേപ്പ് എന്ന് പറയുന്നത് ഡിപ്പെൻസ്. അത് തന്നിരിക്കുന്നത് എക്കോസിസ്റ്റത്തിനകത്ത് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിരിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്കിനി പറയാനുണ്ട്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിരമിഡ്സ് എന്ന് പറയാം. ഓക്കെ, ഫിഗർ വെച്ചിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് നമ്മുടെ എൻസിഇആർടി ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ലൈൻ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. Any calculations of energy content, biomass or numbers has to include all organisms at that trophic level. No generalizations we make will be true if we take only a few individuals at any trophic level into account. Also, a given organism may occupy more than one trophic level simultaneously. One must remember that trophic level represents a functional level, not a species as such. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ എനർജി കണ്ടന്റിനെ ബേസ് ചെയ്ത് ബയോമാസ് നമ്പറിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് എന്താണ് നമ്മളിവിടെ എന്താണ് പിരമിഡുകൾ പറഞ്ഞു. ഓൾ ഓർഗാനിസംസ് അറ്റ് ദാറ്റ് ഹാസ് ടു ഇൻക്ലൂഡ് ഓൾ ഓർഗാനിസംസ് അറ്റ് ദാറ്റ് ട്രോഫിക് ലെവൽ. അതായത് ഇവിടെ ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഒരു ജനറലൈസേഷനിൽ എത്തിച്ചേരാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഇവിടെ കുറച്ച് ഇൻഡിവിജ്വൽസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു എന്ത് പറയുക, ഒരു ഫുഡ് ചെയിൻ പറയുക. അതായത് ഒരു ഫുഡ് വെബിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ഈ പറഞ്ഞ ഇക്കോളജിക്കൽ പിരമിഡ്സ് ഒന്നും നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഒരു സിമ്പിൾ ആയിട്ടൊരു ഫുഡ് ചെയിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇതെല്ലാം സംസാരിക്കുന്നത്. ഓക്കെ, ഓൾസോ എ ഗിവൺ ഓർഗാനിസം മേ ഒക്കുപ്പൈ മോർ ദാൻ വൺ ട്രോഫിക് ലെവൽ. വേണമെങ്കിൽ ഒരു ഓർഗാനിസത്തിന് ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവലിലും ഉൾക്കൊള്ളാൻ പറ്റും സൈമൾട്ടേനിയസ് ആയിട്ട്. ഒരു ട്രോഫിക് ലെവൽ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവലിൽ ഉൾപ്പെടുന്ന ജീവികളുമുണ്ട്. ഓക്കെ, one must remember that the trophic level represents a functional level, not a species as such. അതായത് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതൊരു ഫങ്ഷണൽ ലെവലിനെ മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു സ്പീഷീസിനെ അതുപോലെയല്ല. ഓക്കെ, അത് ചിന്തിക്കുക. A given species may occupy more than one trophic level in the same ecosystem at the same time. For example, a sparrow is a primary consumer when it eats seeds, fruits, peas, and it is a secondary consumer when it eats insects and worms. For example, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ജീവി എന്താണ് ഒന്നിലധികം ട്രോഫിക് ലെവലിൽ ഒരേ ഇക്കോസിസ്റ്റത്തിൽ ഉൾപ്പെടാം. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ടോ, ഒരു സ്പാരോ ഒരു സീഡ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്, സീഡോ ഫ്രൂട്ടോ അതിനെ ആര് കഴിച്ചു? ഒരു സ്പാരോ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ പ്രൈമറി ഈ ഒരു എന്താണ് ഫുഡ് ചെയിനകത്ത് സ്പാരോ എന്തായി മാറി മക്കളെ? സ്പാരോ ഇവിടുത്തെ പ്രൈമറി കൺസ്യൂമറാണ്. ഓക്കെ, ഇനി ഓർമ്മ ഞാൻ വരയ്ക്കാണ്. വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഗ്രാസ്. ഓക്കെ, ഗ്രാസ് എന്ന് വരയ്ക്കാം. ഗ്രാസ്, ഈ ഗ്രാസിനെ ഒരു ഗ്രാസ് ഹോപ്പർ കഴിച്ചു. ഈ ഗ്രാസ് ഹോപ്പറിനെ ഒരു ബേർഡ്, അതായത് സ്പാരോ കഴിച്ചു എന്ന് വിചാരിക്കാം. ഒരു കിളി അല്ലെങ്കിൽ ബേർഡ് കഴിച്ചു എന്ന് വിചാരിക്കാം. സ്പാരോയ്ക്ക് പകരം ബേർഡ് എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഒരു ഇൻസെക്ട്, ഗ്രാസിനെ അപ്പോൾ ഞാനിവിടെ ഗ്രാസ് ഹോപ്പിന് വരെ ഇൻസെക്ട് എന്ന് കൊടുക്കുക, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇൻസെക്ട്, ഓക്കെ, ഒരു ഇൻസെക്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഇൻസെക്ട് ചിലപ്പോൾ സ്പാരോയ്ക്ക് കഴിക്കാം. അപ്പോൾ ഇവിടെ ഇൻസെക്ട് ആണ് പ്രൈമറി കൺസ്യൂമർ, സ്പാരോ ഇവിടെ എന്തായി? സെക്കൻഡറി കൺസ്യൂമർ ആണ്. ക്ലിയർ ആയോ? ഇവിടെ സ്പാരോ ഒരേ ഇക്കോസിസ്റ്റത്തിലുള്ള ആളാണ്, അയാൾ ഇവിടെ പ്രൈമറി കൺസ്യൂമർ ലെവലിലും വന്നു, സെക്കൻഡറി കൺസ്യൂമർ ലെവലിലും വന്നു. കേട്ടോ, അതാണ് ഇവിടെ നമ്മൾ പറയണത്. ഓക്കെ, ഓൾസോ എനർജി അറ്റ് ലോവർ in most ecosystem, അതിന് മുമ്പുണ്ടല്ലേ, can you work out how many trophic level human beings function at in a food chain? ഒരു ഫുഡ് ചെയിനകത്ത് ഹ്യൂമൻ ബീങ് ഏത് ട്രോഫിക് ലെവലിൽ വരും എന്ന് നിങ്ങൾ അവർ ടോപ്പ് കാർണിവോറെ വരാൻ ചാൻസ് ഉള്ളൂ അല്ലേ? ഓക്കെ, ഇൻ മോസ്റ്റ് എക്കോസിസ്റ്റം ഓൾ ദ പിരമിഡ്സ് ഓഫ് നമ്പർ ഓഫ് എനർജി ആൻഡ് ബയോമാസ് ആർ അപ്രൈറ്റ്.
മിക്ക എക്കോസിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാലും പിരമിഡ് ഓഫ് നമ്പറും പിരമിഡ് ഓഫ് എനർജിയും പിരമിഡ് ഓഫ് ബയോമാസും ഒക്കെ പൊതുവെ അപ്രൈറ്റ് ആകാറുണ്ട്. അതെന്തുകൊണ്ടാണ്? പ്രൊഡ്യൂസേഴ്സ് ആർ മോർ ഇൻ നമ്പർ, പ്രൊഡ്യൂസേഴ്സ് കൂടുതലായതുകൊണ്ട്. ആൻഡ് ബയോമാസ് ദാൻ ദ ഹെർബിവോർ ആൻഡ് ഹെർബിവോർസ് ആർ മോർ ഇൻ നമ്പർ and biomass than the carnivore. Also energy at a lower trophic level is always more than at the higher level. അതായത് മിക്ക എക്കോസിസ്റ്റത്തിൽ ഏതൊരു പിരമിഡ് എടുത്താലും നമ്മുടെ മനസ്സിൽ എന്താ ഇവയെല്ലാം അപ്രൈറ്റ് ആയിട്ട് വരും എന്നുള്ള കേസാണ്. എപ്പോഴായിരിക്കും? എപ്പോഴും ഈ പറയുന്ന നമ്പർ ആയാലും ബയോമാസ് ആയാലും എനർജി ആയാലും പ്രൊഡ്യൂസേഴ്സിന് കൂടുതലാണ് ബാക്കിയുള്ളവരെക്കാട്ടിൽ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഒരു അപ്രൈറ്റ് പിരമിഡ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ ബേസ് ചെയ്ത ഒരു ജനറലൈസേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എത്തിച്ചേരാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇനി നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. നോക്കിക്കേ, there are exceptions to this generalization. ഈ ജനറലൈസേഷന് എന്തുണ്ടെന്നാ പറയുന്നത്? എക്സെപ്ഷൻസ് ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ഇഫ് you were to count the number of insects feeding on a big tree, what kind of pyramid would you get? അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതിപ്പോൾ നമ്പർ പിരമിഡ് ആയാലും ബയോമാസ് പിരമിഡ് ആയാലും എനർജി പിരമിഡ് ആയാലും എല്ലാം ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടും? അപ്രൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും പ്രൊഡ്യൂസറിന്റെ അളവ് ബാക്കിയുള്ളവരിൽ നിന്നും കൂടുതലാണെന്നുണ്ടെങ്കിൽ, ബയോമാസ് ബേസ് ചെയ്താലും എനർജി ബേസ് ചെയ്താലും നമ്പർ ബേസ് ചെയ്താലും ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് അപ്രൈറ്റ് കിട്ടും എന്നുള്ള കേസാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ ഒരു ജനറലൈസേഷൻ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതാണ് ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നു. അതായത് നോക്കി, ഒരു ട്രീ സങ്കല്പിക്കാം. ഈ ട്രീയിൽ ധാരാളം ഇൻസെക്ട്സ് ഉണ്ട്. മക്കളെ, അപ്പോൾ ട്രീ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ്, അയാളിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, പ്രൊഡ്യൂസർ എപ്പോഴും താഴെ വരയ്ക്കും. അതിനേക്കാട്ടിലും കൂടുതലുണ്ട് ആ ട്രീയിലുള്ള ഇൻസെക്ട്സ്. അപ്പോൾ ഇൻസെക്ട്സിനെ കുറിച്ച് വരയ്ക്കുന്ന കട്ട നമ്മൾ കുറച്ച് കൂടുതലായിട്ട് വരയ്ക്കും. അപ്പോൾ നമ്മൾ നമ്പർ പിരമിഡ് വരയ്ക്കുമ്പോൾ അപ്പോൾ തന്നെ എന്ത് കിട്ടി? ഇൻവേർട്ടഡ് കിട്ടിയില്ലേ? മനസ്സിലായോ? ഇനി നോക്കിക്കേ, നൗ ആഡ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ നമ്പർ ഓഫ് സ്മോൾ ബേർഡ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻസെക്ട്സ്. ഇനി എന്ത് ചെയ്യുക? ഈ ഇൻസെക്ട്സിനെ കഴിക്കുന്ന ബേർഡ്സ്, ഓക്കെ, അത് കുറച്ച് നമ്മളവിടെ ആഡ് ചെയ്തു. ആൻഡ് ഓൾസോ നമ്പർ ഓഫ് ലാർജ് ബേർഡ്സ് ഈറ്റിംഗ് ദ സ്മോളർ. ഈ സ്മോളർ ബേർഡ്സിനെ കഴിക്കുന്ന ലാർജ് ബേർഡ്സിന്റെ എണ്ണം കൂടെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ വരച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താ പറയുക, ഒരു ഇൻവേർട്ടർ പിരമിഡോ ആയിരിക്കത്തില്ല, വേറൊരു സ്പിൻഡിൽ ഷേപ്ഡോ അങ്ങനെ വേറെ ഏതെങ്കിലും ഷേപ്പിൽ പിരമിഡ് ആയിരിക്കും നമ്മൾ നമ്പർ വൈസ് നോക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ ഈ നമ്പർ പിരമിഡ് എന്ന് പറയുന്നത് എന്താ? അപ്രൈറ്റ് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്തുവാണോ അവിടെ തരുന്നത്, നമുക്ക് നമ്പർ എത്രയാണോ തരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓൾവേസ് അപ്രൈറ്റ് ആണ് നമ്പർ പിരമിഡ്. നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ജനറലൈസേഷനിൽ എത്താൻ പറ്റുമോ? നമുക്ക് പറ്റുകയില്ല. അടുത്ത് നോക്കുക, ദ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഈസ് ജനറലി ഇൻവേർട്ടഡ്. നമ്മൾ നേരത്തെ ഒരു ഫിഗർ കണ്ടതാണ്, ഒരു പിരമിഡ് ഞാൻ കാണിച്ചു തന്നെയാണ് നിങ്ങളെ. ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ ഒരു ബയോമാസ് പിരമിഡ്, അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? അത് ഇൻവേർട്ടഡ് ആണ്. അതവിടെ പറയുന്നേ, ദ പിരമിഡ് ഓഫ് ബയോമാസ്. ഓക്കെ, ബയോമാസ് പിരമിഡ് എവിടെയാ? സീയില്. സീ എന്ന് പറയുമ്പോൾ അക്വാട്ടിക് എക്കോസിസ്റ്റം ആണ്. അത് എപ്പോഴും എന്താ? ഇൻവേർട്ടഡ് ആണ്. കാരണം ബിക്കോസ് ദ ബയോമാസ് ഓഫ് ഫിഷസ് ഫാർ എക്സീഡ്സ് ദാറ്റ് ഓഫ് ദ ഫൈറ്റോപ്ലാങ്ക്ടൺ. അവിടുത്തെ പ്രൊഡ്യൂസറായ ഫൈറ്റോപ്ലാങ്ക്ടണേക്കാട്ടിലും ബയോമാസ് കൂടുതലായിരിക്കും അവിടുത്തെ ഫിഷസിന്. അപ്പോൾ നമ്മൾ വരച്ചെടുക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എന്തേ കിട്ടത്തുള്ളൂ? ഇൻവേർട്ടഡ് പിരമിഡേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഓപ്പോസിറ്റ് കേസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. പിരമിഡ് ഓഫ് എനർജി എല്ലായ്പ്പോഴും നമുക്ക് എന്തേ കിട്ടും? അപ്രൈറ്റ് പിരമിഡേ കിട്ടത്തുള്ളൂ. അതൊരിക്കലും എന്താകില്ല? ഇൻവേർട്ടഡ് ആവുകയില്ല. ബിക്കോസ് when energy flows from a particular trophic level to the next trophic level, some energy is always lost as heat at each step. അതായത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി കുറച്ച് ലോസ് ആയിട്ട് പോകും. ബാക്കി എനർജി മാത്രമാണ് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എത്തുക, അല്ലേ? അതായത് 10% എനർജി മാത്രമേ ഇവിടെ കിട്ടൂ. ലോ ഓഫ് 10% ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വരച്ചെടുക്കുമ്പോൾ നമുക്ക് അപ്രൈറ്റ് പിരമിഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈച്ച് ബാർ ഇൻ ദ എനർജി പിരമിഡ് ഇൻഡിക്കേറ്റ്സ് ദ എമൗണ്ട് ഓഫ് എനർജി പ്രസന്റ് അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ ഇൻ എ ഗിവൺ ടൈം ഓർ ആനുവലി പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ അതിൽ ഓരോ ബാറും ആ ഒരു പെർട്ടിക്കുലർ ട്രോഫിക് ലെവലിൽ എത്ര എനർജി കിട്ടിയെന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത എന്താ? However, there are certain limitations of ecological pyramid. Ecological pyramidന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കേ. It does not take into account the same species belonging to 2 or more trophic level. അതായത് ഒരു ഇക്കോളജിക്കൽ പിരമിഡിൽ ഒരിക്കലും രണ്ടിലധികമോ ട്രോഫിക് ലെവലിൽ ഉൾപ്പെടുന്ന സെയിം സ്പീഷീസിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അടുത്തത്, ഇറ്റ് അസ്യൂംസ് എ സിമ്പിൾ ഫുഡ് ചെയിൻ. എപ്പോഴും ഒരു കുഞ്ഞു ഫുഡ് ചെയിൻ മാത്രം, അല്ലെങ്കിൽ ചെറിയൊരു ഫുഡ് ചെയിൻ മാത്രമേ ഒരു ഇക്കോളജിക്കൽ പിരമിഡ് കൺസിഡർ ചെയ്യത്തുള്ളൂ. സംതിങ് ദാറ്റ് ഓൾമോസ്റ്റ് നെവർ എക്സിസ്റ്റ് ഇൻ നേച്ചർ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഫുഡ് ചെയിൻ ചിലപ്പോൾ നമ്മുടെ നേച്ചറിൽ ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്യണമെന്ന് പോലും നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതായിരിക്കും എന്തായാലും നമ്മളൊരു ഇക്കോളജിക്കൽ പിരമിഡ് വരയ്ക്കാൻ എടുക്കുക, അല്ലേ? പക്ഷെ നമുക്ക് ചുരുക്കി വേറെ കാര്യം പറയും, ഡസ് നോട്ട് അക്കോമഡേറ്റ് എ ഫുഡ് വെബ്. ഒരു ഫുഡ് വെബിനെ ബേസ് ചെയ്ത് ഒരു ഇക്കോളജിക്കൽ പിരമിഡ് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ ഒരു ഇക്കോളജിക്കൽ പിരമിഡ് ഒരു ഫുഡ് വെബിനെ കാണിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. Moreover, saprophytes are not given any place in ecological pyramid. ഒരു ഇക്കോളജിക്കൽ പിരമിഡ് എടുത്താൽ നിങ്ങൾ അവിടെ സാപ്രോഫൈറ്റ്സ് ഡീകമ്പോസസ് നിങ്ങൾ കണ്ടോ? ഇല്ല. അപ്പോൾ അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഡീകമ്പോസസ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സിന് അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് റോൾ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടായിട്ട് പോലും ഇക്കോളജിക്കൽ പിരമിഡിൽ അവർ വന്നിട്ടില്ല.
അപ്പോൾ ഇവയെല്ലാം എന്താണ് ഈ പറയുന്ന ഇക്കോളജി പിരമിഡ് ഡീമർക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ NCERT ടെക്സ്റ്റ് യൂസ് ചെയ്ത് ലൈൻ ബൈ ലൈൻ ഡീകോഡ് ചെയ്തതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പറയുന്ന ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ NCERT ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നന്നായി NCERT ടെക്സ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.